ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിതമേറിയ ഈ നല്ല നിമിഷത്തിൽ വേൾഡ് വൈഡ് പ്രയർ സർക്കിളിന്റെ 251 മലയാള മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും ലോകമെമ്പാടും ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിന്റെ അതുല്യമായ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവിന്റെ വലിയ കൃപയും ദൈവ സാന്നിധ്യവും അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ചു. ദൈവിക സംരക്ഷണത്തിനായി, ദൈവിക പരിപാലനത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം കരയറ്റാം. ദൈവം നമ്മെ നടത്തുന്ന, പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുവചനം ശ്രദ്ധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നത് ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഏവരെയും എന്റെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ, ആശീർവദിക്കുമാറാകണമെന്ന് എന്റെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പ്രഘോഷിക്കുന്ന അങ്ങയുടെ ദാസനെയും കർത്താവ് ശക്തിയോടെ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവ് ദാസനെ ദൈവം സഹായിക്കണം. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ അതുല്യമായ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കരമുയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താം. പാട്ടോടെ, സ്തുതിയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. തുറന്നുള്ള ഗാന സൃഷ്ടിക്കായി പ്രിയ ബിനോയ് ചാനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെങ്ങും ക്രിസ്തുയേശുവിൻ്റെ ജനന ദിവസമായി കൊണ്ടാടുമ്പോൾ വാസ്തവമായി ക്രിസ്തു ഉള്ളിൽ ജനിച്ച കർത്താവിൻ്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് കർത്താവിൻ്റെ ജനനത്തെ പ്രഘോഷിപ്പാനുള്ള അവസരമാണ്. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സ്നേഹത്തിനായും അവിടുത്തെ കൃപകൾക്കായും നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിനെ പാടി സ്തുതിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സ്തുതി സ്തോത്രയാഗങ്ങളാൽ കർത്താവിന് മഹത്വം കരയറ്റാം. സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാധിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദേവാധിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി.
വച്ചു താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. തിരുക്കരങ്ങൾ നിരത്തി വച്ചു താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. ദേവാധിദേവനി പാരിൽ വന്നു പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. കണ്ണുകളി കരുണയിൻ കരചലനം കേട്ടില്ല. മാനവരിൻ കാതുകൾ തൻ വചനം കണ്ടില്ല. കണ്ണുകളി കരുണയിൻ കരചലനം കേട്ടില്ല. മാനവരിൻ കാതുകൾ തൻ വചനം. ദേവാധിദേവനി പാരിൽ വന്നു പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. തലമുറയാ അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാ. പലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. തലമുറയാ അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാ. പലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. ദേവാധിദേവനി പാരിൽ വന്നു പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. ധ്യാനിക്കുവിൻ തൻ കൃപകൾ പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാം തൻ നാമ മഹിമകൾ വർണ്ണിക്കുവിൻ. ധ്യാനിക്കുവിൻ തൻ കൃപകൾ പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാം തൻ നാമ മഹിമകൾ വർണ്ണിക്കുവിൻ. ദേവാധിദേവനി പാരിൽ വന്നു പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ.
കൃപയുടെ പരിചരണം. ധനം സുഖം സന്തോഷമെല്ലാം നമുക്കു തൻ തിരുചരണം. മനം തകർന്നോ കരുളും അവൻ കൃപയുടെ പരിചരണം. ധനം സുഖം സന്തോഷമെല്ലാം നമുക്കു തൻ തിരുചരണം. ദേവാധിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദേവാധിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ഹല്ലേലൂയ. സ്വർഗമഹിമകളെ വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇന്നും ജീവിക്കുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾക്കായി നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവ് നമ്മോട് ഇടപെടുവാൻ വാസ്തവമായി കർത്താവെ അങ്ങനോട് സംസാരിക്കണമേ എന്നതായിരിക്കട്ടെ ഒരു ദൈവപൈതൻ്റെ യഥാർത്ഥമായ പ്രാർത്ഥനയും പ്രത്യാശയും. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ്, രോഗികളെ സൗഖ്യമാക്കിയവൻ. ഹല്ലേലൂയ. അവിടുന്ന് നമുക്കായി നൽകിയിരിക്കുന്ന വിടുതലുകൾ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവിനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവിടുത്തെ ആ കൃപകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി കർത്താവിനോട് ഇപ്രകാരം പറയും: ലോകത്തിലെ സമ്പത്തോ സുഖമോ ധനമോ അതിനേക്കാൾ അപ്പുറം അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവെ, അങ്ങ് ഒരു വാക്ക് പറയുമ്പോൾ എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരും. അങ്ങ് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ എന്നിൽ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ കർത്താവെ, എൻ്റെ തകർന്ന മനസ്സിന് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. യേശുവേ, ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. അങ്ങേ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ അങ്ങേ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, ഒരു വാക്കുമതി ജീവിതം മാറിടുവാൻ. അങ്ങേ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ അങ്ങേ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ അങ്ങേ ഒരു വാക്ക് മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ
മരിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ. അങ്ങേ ഒരു വാക്കുമതി എനിക്ക്, മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ. അങ്ങേ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ, അങ്ങേ ഒരു വാക്ക് മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ, അങ്ങേ ഒരു വാക്ക് മതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ അങ്ങേ ഒരു വാക്കു മതി എനിക്ക്. ഹല്ലേലൂയ. ഒരു നിമിഷം സമർപ്പണത്തോടെ നമുക്ക് ഏറ്റു പറയാമോ? വാസ്തവമായി നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിപ്പാൻ. കർത്താവെ, ഇന്നു വരെയുള്ളതുപോലെ അല്ല, ഒരു മാറ്റം വരുവാൻ കർത്താവ് അങ്ങനെ ഒന്ന് തൊടണമേ. അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ അങ്ങേ ഒരു വാക്ക് മതി എനിക്ക്. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ അങ്ങേ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ, അങ്ങേ ഒരു വാക്ക് മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ, അങ്ങേ ഒരു വാക്ക് മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ, അങ്ങേ ഒരു വാക്ക് മതി എനിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കരമുയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ നിമിഷത്തിൽ കർത്താവിന്റെ ഒരു ശബ്ദം കേൾക്കുവാൻ, കർത്താവിന്റെ വാക്ക് കേൾക്കുവാൻ, ആ വാക്കിൽ വിശ്വസിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സ്തോത്രം, യഥാർത്ഥമായ ക്രിസ്തുവിൽ ജനിക്കപ്പെടുവാൻ ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവസ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൽ ഉയർപ്പിച്ച ദൈവസ്നേഹത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം.
കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, ക്രിസ്തുവിൽ ജനിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിപ്പാൻ ദൈവം നൽകുന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ ദൈവമായ കർത്താവ് നൽകുന്ന വിലപ്പെട്ട അവസരത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരുണാ സമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹം നിമിത്തം നമ്മെ ഉയർപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആർക്കും വേണ്ടാതിരുന്ന, പുറംപറമ്പിൽ കിടന്നിരുന്ന നമ്മോട് ദൈവത്തിന് തോന്നിയ ആ മഹാകരുണയ്ക്കായി, ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഏവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവിന്റെ വിലപ്പെട്ട ശബ്ദം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിപ്പാൻ, ദൈവവചനത്തിൽ സന്തോഷിപ്പാൻ ദൈവമായ കർത്താവ് നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ലോകം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേക കൊറോണ വൈറസിന്റെ പിടിയിലമർന്ന അനേക ആയിരങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാളെ എന്തായി തീരുമെന്ന് ആശങ്കപ്പെടുന്ന അനേക ആയിരങ്ങളുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. രോഗത്തിന്റെ ഭാരത്താൽ കഷ്ടമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, വേർപാടിന്റെ വ്യത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് ഇതിനെല്ലാം വലിയ ഒരു ശാന്തത വരുത്തേണ്ടതിന് സ്തോത്രം. ദൈവം സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഏവരെയും സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. വേൾഡ് വൈഡ് പ്രയർ സർക്കിളിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിന്, സമാധാനം അനുഭവിക്കാതെ കഷ്ടതയിലായിരിക്കുന്ന, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഈ പറയപ്പെട്ട വിഷയങ്ങളെയൊക്കെ ഓർത്ത് നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ KS മാത്യു ചാൻ ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഇന്ന് രാത്രിയിൽ കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഞങ്ങൾ പാടിയതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, നിന്റെ സാന്നിധ്യം മതി. ഈ ലോകത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ ഹല്ലേലൂയ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളെ സകല വഴികളിലും അത് നടത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, കരുണാസമ്പന്നനായ ദൈവം ഞങ്ങളുടെ സകല അനർത്ഥത്തിൽ നിന്നും വിടുവിച്ച്, സകല ആപത്തിൽ നിന്നും വിടുവിച്ച് ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ കർത്താവേ എടുത്ത മഹത്വമുള്ള ശരീരത്തെ അവരുമായി രൂപാന്തരപ്പെടുത്തി. കർത്താവേ ഹല്ലേലൂയ ഒരു നാളും ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയില്ലാത്തവരായിരുന്നാൽ കർത്താവെ, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉരുവായി കർത്താവെ അങ്ങയെ ധരിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് വിശ്വസ്തരായി വിശുദ്ധരായി ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്ന വൻകൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം കർത്താവെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞങ്ങളെയും ഉയർപ്പിച്ച് കർത്താവെ ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് നല്ല കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ലോകമെമ്പാടുമുള്ള സകലരും കർത്താവിന്റെ ജനന പെരുന്നാളിനെ ഘോഷിക്കുമ്പോൾ ഏഴകളാകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ ഉരുവായി ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തി കാണിപ്പാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് നല്ല കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പ്ലാറ്റ്ഫോമിൽ തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവെ ആത്മാവിന്റെ വലിയൊരു വിടുതൽ സംഭവിപ്പാൻ തക്കവണ്ണം അനേകർ കർത്താവിനെ അറിയുവാൻ, ദൈവവചനം കേൾക്കുവാൻ, അനുസരിപ്പാൻ, വചനത്തിന് കീഴ്പ്പെടുവാൻ കർത്താവെ ഹല്ലേലൂയ നിന്റെ കൃപകളാൽ അവരെ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്നവനായ ദൈവം, ഞങ്ങളുടെ കർത്താവെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് കർത്താവെ ഹല്ലേലൂയ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവശബ്ദം കേട്ട് കർത്താവെ ഞങ്ങൾ ബലപ്പെടുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ
ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നല്ല കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഹല്ലേലൂയ, കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തേക്കാണ് അനേക ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവെ ജീവനുള്ള ദേശത്ത് അവിടുന്ന് കർത്താവെ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല കർത്താവെ. ഹല്ലേലൂയ. നിന്റെ ദയയെയും നിന്റെ കൃപയെയും കർത്താവെ, നീ ഞങ്ങളുടെ മേലുള്ള അവിടുത്തെ വിശ്വസ്തയെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദിയാൽ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ പ്രവർത്തനത്തെ ഇത്രത്തോളം കർത്താവ് കഴിഞ്ഞ 251 ദിവസം കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന് അനുഗ്രഹമായി നടത്തിയ ദൈവജനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വചനങ്ങൾ കേൾക്കുവാൻ ദൈവദാസന്മാരെ ഒരുക്കി കർത്താവെ. ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാനുള്ള കൃപ കർത്താവ് നൽകി തന്നു കർത്താവെ. കൊറോണ കർത്താവെ ഹല്ലേലൂയ വലിയ ഭീതി കർത്താവെ ലോകത്തില് ദൈവമേ ഹല്ലേലൂയ വിതച്ചു എങ്കിലും ദൈവമേ നിന്റെ ജനം കർത്താവ് കൂടി വന്ന് ആരാധിപ്പാൻ തക്ക വേണം അതിനുവേണ്ടി കർത്താവ് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി ഉറവയ്ക്കായി അടിയങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് കഷ്ടതയിലാതെ ഗുണമായി നിന്റെ വചനങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം. ആകയാൽ കർത്താവെ നിന്റെ വചനം പഠിക്കുവാന് നിന്റെ നാമത്തിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഈ കഷ്ടത കർത്താവെ ഞങ്ങൾക്കിടയാക്കിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ അപ്പുറത്ത് കർത്താവ് ഒരു വലിയ വിജയവും കർത്താവ് ഞങ്ങൾക്ക് തരണമേ, ഒരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവ് ലോകത്തിൽ നിന്നും ഈ കർത്താവ് അനർത്ഥത്തിന്റെ ഭീതി നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം ദൈവമേ നീ അവിടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷക്കാലം പുതിയ അനുഗ്രഹങ്ങളാലും ദൈവകൃപയാലും ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയിൽ കർത്താവെ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് കർത്താവെ കേൾക്കുവാന് പ്രസ്താവിക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ അത് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. നല്ല പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ ദാസനെ സഹായിച്ചുവല്ലോ. കർത്താവിന് നന്ദിയോട് സ്തോത്രം കർത്താവെ. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ നിന്റെ ദാസനെ നീ ശക്തീകരിച്ചല്ലോ. എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നുള്ള സമയം ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങൾ ഞങ്ങൾ എല്ലാവരും ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാഥ പിതാവേ ദയുണ്ടായി അടിയങ്ങളുടെ യാതന കേൾക്കുവാനാകണം സ്വർഗ്ഗ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വേൾഡ് വൈഡ് പ്രയർ സർക്കിളിന്റെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ വളരെ അനുഗ്രഹമായ നിലയിൽ നടന്നു വരുന്നു. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും ഇന്ത്യൻ ടൈം 8 മണിക്ക് നമ്മുടെ മലയാളം മീറ്റിംഗ് നടത്തപ്പെടുന്നു. നാളെ രാത്രിയിൽ നടക്കുന്ന മലയാളം മീറ്റിംഗിൽ കർത്താവിൽ അനുഗ്രഹിതനായ ദൈവദാസൻ പാസ്റ്റർ യേശുദാസ് തിരുവചനത്തിൽ നിന്ന് പ്രഘോഷിക്കുന്നതാണ്. നാളെ രാത്രി 8 മണിക്ക്. നാളെ ശനിയാഴ്ച 12 മണിക്ക് നടക്കുന്ന പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന മീറ്റിംഗിൽ കർത്താവിൽ അനുഗ്രഹിതയായ ദൈവദാസി സിസ്റ്റർ സൂസൻ ഷാജി തിരുവചനത്തിൽ നിന്ന് പ്രഘോഷിക്കുന്നതാണ്. നാളെ 12 മണിക്ക് ഇന്ത്യൻ ടൈം 12 മണിക്ക് നടക്കുന്ന ഈ മീറ്റിങ്ങിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മാത്രമല്ല ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇന്ത്യൻ ടൈം 6 മണിക്ക് നമ്മുടെ ഹിന്ദി മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നു. മാത്രമല്ല എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ ടൈം രാത്രി 10 മണിക്ക് ഇംഗ്ലീഷ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. ഈ ഇംഗ്ലീഷ് മീറ്റിംഗിൽ നാളെ നടക്കുന്ന ഇംഗ്ലീഷ് മീറ്റിംഗിൽ കർത്താവിൽ അനുഗ്രഹിതനായ കർത്താവിന്റെ ദാസൻ ജി ജോസഫ് തിരുവചനത്തിൽ നിന്ന് പ്രഘോഷിക്കുന്നതാണ്. ഈ മീറ്റിങ്ങിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ ടൈം അൺമ്യൂട്ട് ചെയ്യണം കേൾക്കത്തില്ല. രഞ്ജു പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാ ഞായറാഴ്ചയും 7 മണിക്ക് നടത്തപ്പെടുന്ന മീറ്റിംഗിൽ കർത്താവിൽ അനുഗ്രഹിതരായ ദൈവദാസന്മാർ അനുഗ്രഹിതമായ ദൈവവചനങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. ഈ മീറ്റിങ്ങിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മോട് തിരുവചനം പ്രഘോഷിക്കുന്ന കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ പല മീറ്റിങ്ങുകളിലും നമ്മുടെ നടുവിൽ കടന്നു വന്ന് അനുഗ്രഹിതമേറിയ ദൈവത്തിന്റെ ആലോചന കൈമാറിയ കർത്താവിന്റെ ദാസൻ ഡോക്ടർ രാജു തോമസിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ തിരുവചന പ്രഘോഷണം നമ്മുടെ ജീവിതത്തിലൊക്കെ കഴിഞ്ഞ നാളുകളിൽ വളരെ അനുഗ്രഹമായി തീർന്നു. ഇന്നും നമ്മോടുകൂടെ ജോയിൻ ചെയ്തതിനുള്ള പ്രത്യേകമായ വന്ദനവും സ്വാഗതവും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. തുടർന്നുള്ള തിരുവചന പ്രഘോഷണത്തിനായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ രാജു തോമസ്.
കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എന്നെ കേൾക്കാൻ കഴിയുന്നു എന്ന് വിചാരിക്കുന്നു. പ്ലീസ്, ഞാൻ വേറൊരു മീറ്റിംഗിലായിരുന്നു. റൈറ്റ് ടൈമിൽ കയറുവാൻ എനിക്ക് കുറവ് നൽകി. എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഇന്ന് ക്രിസ്മസ് ലോകമാസകലം ക്രിസ്തീയ സമൂഹം ആഘോഷിക്കുന്ന ഒരു സമയമാണല്ലോ. സോ ആ സമയത്ത് എനിക്ക് നിങ്ങളുടെ മധ്യേ കടന്നു വന്ന അല്പസമയം ദൈവജനമായി നിൽക്കുവാൻ എനിക്ക് അവസരം നൽകിയ ഇതിന്റെ ഭാരവാഹികളോട്, വേൾഡ് വൈഡ് പ്രയർ സെന്ററിനോടുള്ള വിശേഷം നന്ദി. പാസ്റ്റർ റെഞ്ചു മാത്യു, ബിനോയ് മുതലായ പ്രിയപ്പെട്ടവരുള്ള വിശേഷം നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കലൂടെ യേശു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. എനിക്ക് അടുത്ത 1 മണിക്കൂർ ശുശ്രൂഷിക്കാമോ? ടൈം ഓക്കെ പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഈ രാവിലെ ഈ സന്ധ്യാസമയം ഞാൻ നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നത്. ദിവസങ്ങളൊക്കെയും ഇത്തിരി മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളുടെ ചെറുവക്കൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഇടയ്ക്ക് പോകേണ്ടതാണ്. ഞാൻ ഇന്ന് പോയില്ല. ഇന്ന് എനിക്ക് 2 മീറ്റിംഗ് ആയി പോയി. അപ്പോൾ ഒരു മീറ്റിങ്ങിന്റെ കഴിഞ്ഞിട്ട് ചാടി വരികയായിരുന്നു. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി വേളയിൽ എല്ലാവർക്കും ഒരിക്കലൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട്, എല്ലാവരും ഒരിക്കലൂടെ വിഷ് ചെയ്തുകൊണ്ട് തിരുവചനത്തിന്റെ ധ്യാനത്തിനായി ഞാൻ പ്രവേശിക്കുന്നു. നമുക്കൊന്നിച്ച്, ഇത് ക്രിസ്മസ് സമയമാണല്ലോ. അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു റീഡ് എ വേർഡ്സ് ഫ്രം ബുക്ക് ഓഫ് ഗോസ്പൽ ഓഫ് ലൂക്ക്, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ ധ്യാനത്തിനായിട്ട് ഈ തരണത്തിൽ വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. നമുക്കറിയാം, ദിസ് ഈസ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ. ഇത് ആഘോഷത്തിന്റെ ഒരു സീസണാണ്. ദ റീസൺ ബിഹൈൻഡ് ദ സീസൺ. ഈ സീസണിന്റെ പിറകിലെ റീസൺ, കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ ജനനമാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജനനം എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ട്രൂ ഗോസ്പൽ. യേശുക്രിസ്തു ജഡാവതാരം എടുത്തു എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഗോസ്പലിന്റെ ഒരു അന്തസത്ത. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം, ക്രിസ്തീയ വിശ്വാസത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന് ഇതര മതങ്ങളുമായി ഉള്ള താരതമ്യ പഠനത്തിലൂടെ ഞാൻ കണ്ടെത്തിയൊരു വസ്തുതയുണ്ട്. സ്തോത്രം. മറ്റെല്ലാ മതങ്ങളിലും, സ്തോത്രം, ആ മതങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ടേക്ക് എനി റിലിജിയൻ, whether it is Hinduism or Islam or Jainism or Buddhism, whatever may be the religion, എല്ലാ മതങ്ങളിലും ആ മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ലീഡേഴ്സിന്റെ ടീച്ചിങ്സ് ആണ്, ആ മതസ്ഥാപകരുടെ പഠിപ്പിക്കലുകളാണ്. ഇപ്പൊ 8-fold path of Buddha, അതാണല്ലോ ബുദ്ധമതത്തിന്റെ അടിസ്ഥാന പ്രമേയം. ജൈന മതത്തിന്റെ ഒരു പ്രമേയം അവരുടെ ഉപദേശങ്ങളാണ്. ഇസ്ലാം മതത്തിന്റെ പ്രമേയവും സത്യത്തിൽ മുഹമ്മദ് എന്ന് അവർ വിളിക്കുന്ന, അവർ പ്രവാചകൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിന്റെ ഉപദേശങ്ങളും അയാൾക്ക് ലഭിച്ചുവെന്ന് അയാൾ പറയുന്ന ഉപദേശങ്ങളും വെളിപ്പാടുകളുമാണ്. അപ്പൊ അയാൾ പറയുന്ന കാര്യങ്ങളാണ് ആ മതത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ക്രിസ്തീയ മാർഗത്തിന്റെ അടിസ്ഥാനം, ഹിന്ദു മതമായാലും അവരുടെ ഗുരുവര്യന്മാർ പറഞ്ഞ ടീച്ചിങ്സ് അല്ലെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും എഴുതി വെച്ചിട്ടുള്ള അതിനധിഷ്ഠിതമായ ഒരു മതം, ഒരു മാർഗമാണത്, അല്ലെങ്കിൽ മതമാണത്. അത് ഒരു മതം എന്ന് പറയാനൊക്കത്തില്ല. ഹിന്ദുയിസം ഈസ് എ നമ്പർ ഓഫ് റിലിജിയൻ. കപിലിന്റെ സംഖ്യം, പതഞ്ജലിയുടെ ന്യായം, കണാദിന്റെ വൈശേഷികം, ജിമിനിയുടെ പൂർവമീമാംസ, ബദരായണന്റെ ഉത്തമ മീമാംസ, മാധവന്റെ ദ്വൈതവാദം, ശങ്കരന്റെ അദ്വൈതവാദം, ഇങ്ങനെ ചുരുക്കത്തിൽ ഒത്തിരി സ്കൂൾസ് ഓഫ് തോട്ടിന്റെ ഒരു കമ്പോണ്ടിയം എന്നോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കമാണത്. സ്തോത്രം. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള മതങ്ങൾ ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ ക്രിസ്തീയതയുടെ പ്രത്യേകത? ഞാൻ ഇങ്ങനെ പറയാം, ക്രിസ്തീയ മാർഗത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ അധിഷ്ഠിതമായല്ല ക്രിസ്തീയത നിലനിൽക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവിന്റെ മലയിലെ ഉപദേശങ്ങൾ എന്ന നിലയിൽ നാം കാണുന്നു. അത് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ഒരു പ്ലെയിൻ ലാൻഡിൽ നിന്ന് ഉപദേശിക്കുന്നത് തമ്മിൽ കണക്ഷൻ ഉണ്ട്, നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരം, അങ്ങനെ യേശു ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന സംഹിത എന്ന നിലയിൽ, അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന നിലയിൽ യേശുവിന്റെ മലയിലെ പ്രസംഗങ്ങളെ നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴും ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മലയിലെ ഉപദേശങ്ങൾ അല്ല. ക്രിസ്ത്യാനിത്വത്തിന്റെ
അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ്. യേശുവിന്റെ ജീവിത സംഭവങ്ങൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞ, ദ ഹിസ്റ്റോറിക്കൽ ഈവന്റ്സ് ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് ആർ ആക്ച്വലി ദ ബേസിസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം ലളിതമായി മനസ്സിലാക്കുന്ന ഭാഷ പറയാം, ഇൻകാർണേഷൻ അല്ലാന്നല്ലോ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജഡാവതാരം. യേശുക്രിസ്തുവിന്റെ ജഡാവതാരം ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന് അടിസ്ഥാനമില്ല. യേശു ഒരു മിത്തിക്കൽ ഫിഗർ ആയിട്ട് പറഞ്ഞെങ്കിൽ തീർന്നു. യേശു ഒരു ഹൈന്ദവരുടെ ദൈവങ്ങളെ പോലെ മറ്റിതര നിങ്ങൾ പറയുന്നത് പോലെ ഒരു മിത്തിക്കൽ ഫിഗർ ആണ് യേശു എന്നിരിക്കട്ടെ, എങ്കിൽ പിന്നെ ക്രിസ്ത്യാനിത്വത്തിന് ബേസ് ഇല്ല. കാരണം യേശു ജഡത്തിൽ അവതരിച്ചിട്ടില്ലെങ്കിൽ യേശുവിന്റെ ക്രൂശിബലി മരണം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, ഇതൊക്കെ ചരിത്രപരമായ സംഭവങ്ങളാണ്. ഈ ചരിത്രപരമായ സംഭവങ്ങളെ മാറ്റി നിർത്തിയാൽ ക്രിസ്ത്യാനിത്വം ക്രിസ്ത്യാനിത്വം പൊള്ളയാണ്. ലളിതമായി പറയാം, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ചരിത്ര സംഭവങ്ങളാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്നുള്ള വസ്തുത തിരിച്ചറിയണം പ്രാരംഭമായി. അപ്പൊ ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം, സ്തോത്രം, അവൻ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദേ ഇറങ്ങി വരുന്ന യേശുക്രിസ്തുവിന്റെ ദ വെരി ട്രൂ ഇൻകാർണേഷൻ, അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്ന്. അങ്ങനെ യേശുവിന്റെ ജഡാവതാരം എന്ന നിലയിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഭൂജാതനാകുന്ന സംഭവത്തെ തൊട്ടുള്ള ഒരു വാക്യമാണല്ലോ നാം ഇവിടെ വായിച്ചത്. ശ്രദ്ധിക്കണമേ, യേശുവിന്റെ ജനനം ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതൽ, പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാത്ത് കാവൽ കിടന്നിരുന്നു. വെളിയിൽ പാർത്തിരുന്നു. കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ ഒക്കെ വന്ന് ദേശമിന്നി അവരോട് സംസാരിക്കുന്നു. അവർ ഭയപരവശരായി തീർന്നു. അങ്ങനെ യേശുക്രിസ്തു, അതിന്റെ 11-ാം വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. നോക്കണേ, ദ ഫസ്റ്റ് ഗോസ്പൽ എവർ പ്രീച്ച്ഡ്. കർത്താവായ ക്രിസ്തു, ആ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ്, ലോർഡ്, കൂറിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണമേ. പഴയ നിയമത്തിന്റെ സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. പഴയ നിയമത്തെ ഹീബ്രു വേദപുസ്തകത്തിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് സെപ്റ്റുവജന്റ്. അപ്പൊ പഴയ നിയമത്തിൽ ആ ഹീബ്രു ബൈബിളിൽ യഹോവ എന്നതിന് ഉപയോഗിക്കുന്ന പദം യാഹ്വേ എന്ന് പറയുന്നതിന് സെപ്റ്റുവജന്റിൽ ഉപയോഗിക്കുന്നതെല്ലാം കൂറിയോസ് എന്ന പദമാണ്. സ്തോത്രം. അതിൽ നിന്ന് കുറിയേലായിസോൻ എന്ന പട്ടത്തെ സഭ, എലായിയോ എന്ന് പറഞ്ഞാൽ ഗിവ് താങ്ക്സ് അല്ലെങ്കിൽ ബ്ലെസ് എന്നൊക്കെയാണ്. സ്തോത്രം. അപ്പൊ കുറിയേലായിസോൻ, ബ്ലെസ്ഡ് ബി ദ ലോർഡ് എന്നാണ്. അത് എത്ര പേര് കുറിയേലായിസോൻ പറയുന്നവർ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാ പറയുന്നേ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ കൂറിയോസ് പഴയ നിയമത്തിൽ യഹോവയ്ക്ക് തുല്യമായി ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്ന പദമാണ് കൂറിയോസ്. ഇവിടെ ദൂതൻ പറയുന്നു കർത്താവായ, സ്തോത്രം, ലോർഡ് എന്നർത്ഥം വരുന്ന ലോർഡ്, കൂറിയോസ്, കർത്താവായ. 2, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്ന പദമാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്, അതിന്റെ ഹീബ്രു വെർഷനാണ് മഷിഹ എന്ന് പറയുന്നത്. അപ്പൊ മസ്സഹ്, അഭിഷേകിക്കുക. അല്ലെങ്കിൽ ഗ്രീക്കിൽ പറയുമ്പോൾ ക്രയോ അല്ലെങ്കിൽ ഹല്ലേലൂയ അഭിഷേകിക്കുക. അതിൽ നിന്നാണ് ക്രിസ്റ്റോസ്, അഭിഷിക്തൻ. അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ, സ്തോത്രം, ക്രൈസ്റ്റ് എന്ന പദം, മലയാളത്തിലെ ക്രിസ്തു എന്ന പദം വന്നിട്ടുള്ളത്. അപ്പൊ അഭിഷിക്തൻ, അപ്പൊ യഹോവയായ ദൈവം അല്ലെങ്കിൽ ലോർഡ്, അഭിഷിക്തൻ. അടുത്ത വാക്ക്, അപ്പൊ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, രക്ഷകൻ, സേവ്യർ. ഓ വണ്ടർഫുൾ. എത്ര ഭയങ്കര ഗോസ്പലാണ്. ദൈവം അഭിഷിക്തനായ രക്ഷകൻ. വാ, ഈ ദൈവം അഭിഷിക്തനായ രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന അതാണല്ലോ ക്രിസ്തുമസ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകമാസ് ആഗമനം, ക്രൈസ്തവ സമൂഹം, പ്രൈസ് ഗോഡ്, യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ടാടുമ്പോൾ എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം ഇതാണ്: ദൈവം അഭിഷിക്തനായി രക്ഷിതാവായി ഭൂമിയിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ആ രക്ഷ നിങ്ങളും ഞാനും സ്വായത്തമാക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ സൂം പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്, ഇത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടാകും. എന്റെ പ്രധാന ചോദ്യം, ദ ഗോഡ് ഓൾമൈറ്റി
as an anointed one came down to this earth, ഒരു അഭിഷിക്തനായി ഭൂമിയിലേക്ക് വന്നു, as the savior of the world, ലോകത്തിന്റെ രക്ഷകനായി. That is the true gospel. ആ രക്ഷയുടെ ദൂത് എത്ര പേർ കൈക്കൊണ്ടിട്ടുണ്ട്? ഇന്ന് രാത്രിയിൽ ഈ ക്രിസ്തുമസ് സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന പ്രമേയം, യേശു ക്രിസ്തു രക്ഷകനായി ഭൂമിയിൽ അവതരിച്ചു എന്ന വാർത്തയോട്. അതാണല്ലോ ഗോസ്പൽ. ഗോസ്പൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഗ്രീക്കിൽ ഇവാങ്കേലിയോൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതാണ് പട്ടത്വ സഭകൾ ഏവൻഗേലിയോൻ എന്ന് മലയാളമൈസ്ഡ് വേർഷനിൽ വായിക്കുന്നത്. ഇവാങ്കേലിയോൻ എന്ന് പറഞ്ഞാൽ ഗോസ്പൽ എന്നാണ്, ഗുഡ് ന്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ. അതിന് മലയാളത്തിൽ നല്ല വാർത്ത, സുവിശേഷം എന്നാണ്. എന്താണ് ഏവൻഗേലിയോൻ എന്ന് പറഞ്ഞാൽ? ലളിതമായി ഞാൻ ഇങ്ങനെ പറയാം. പഴയ കാലത്ത് ഏവൻഗേലിയോൻ എന്ന് പറയുന്ന, ഇവാങ്കേലിയോൻ എന്ന് പറയുന്ന ആ പദം ഗ്രീക്ക് ഭാഷയിലുള്ളതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, യുദ്ധക്കളത്തിൽ ഏതെങ്കിലും ഒരു സൈന്യം പഴയ കാലത്ത് പരാജയപ്പെടും. നിങ്ങൾക്കറിയാം, ദാവീദിന്റെ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യവും ഫിലിസ്തീനുമായി യുദ്ധം നടക്കുമ്പോൾ ഫിലിസ്തീൻ സൈന്യത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനം തോറ്റുപോയി. ശൗൽ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ യുദ്ധമുന്നണിയിൽ നിന്ന് ഒരുവൻ ഓടി ദാവീദിന്റെ അടുക്കൽ വർത്തമാനമായി വരികയാണ്, ഇസ്രായേൽ മക്കൾ തോറ്റുപോയെന്ന്. അത് ബാഡ് ന്യൂസ് ആണ്. യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം തോറ്റിട്ട് വന്ന് പറയുന്നത് ബാഡ് ന്യൂസ് ആണ്. എന്നാൽ ഗുഡ് ന്യൂസ്, ഇവാങ്കേലിയോൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ആ സൈന്യത്തിലെ ആരെങ്കിലും, ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, മെസ്സേജ് കൊടുക്കാൻ, ആരെങ്കിലും ഓടി വന്ന് രാജകൊട്ടാരത്തിൽ അറിയിക്കുകയാണ്, വി ഹാവ് വൺ ദ ബാറ്റിൽ, നമ്മൾ യുദ്ധം ജയിച്ചിരിക്കുന്നു. അതിനുപയോഗിക്കുന്ന പദമാണ് ഇവാങ്കേലിയോൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിച്ചിരിക്കുന്നു. ഇവിടെ കർത്താവായ ക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ലോകത്തിലേക്ക് അവതരിച്ചു എന്ന് പറയുന്ന വാർത്ത നമ്മൾ ഇന്ന് പറയുമ്പോൾ അറിയണം, നമ്മുടെ കർത്താവ് യുദ്ധം ജയിച്ചിരിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. നാം ഇനി പരാജിതരല്ല. അപ്പൊ ജയത്തിന്റെ വാർത്ത, യേശു പാപത്തെയും പിശാചിനെയും ലോകത്തെയും ഇരുളിന്റെ സകല പ്രവൃത്തികളെയും പരാജയപ്പെടുത്തിയ ജയത്തിന്റെ വാർത്ത ലോകത്തോട് വിളിച്ചു പറയുന്ന ജോലിയാണ് സത്യത്തിൽ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ. ദൂതൻ പറയുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദാവീദിന്റെ പട്ടണം, മീഖാഞ്ചിന്റെ 2 ഹല്ലേലൂയ പ്രവാചകനായ മീഖ വിളിച്ചു പറയുന്നു, നീയോ ബെത്ലഹേം എഫ്രാത്തെ, യഹൂദാ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും എന്റെ ജനത്തിന്റെ പ്രഭുവായവൻ എനിക്ക് നിന്നിൽ എഴുന്നേറ്റു വരുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ, ബെത്ലഹേമിൽ യേശു ജനിക്കണമെന്നുള്ളത് പ്രവചനത്തിൽ പ്രവാചകൻ സ്ഥലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് സ്തോത്രം. യെശയ്യാ 9:6 വിളിച്ചു പറയുമ്പോൾ യേശുവിന്റെ ജനനത്തെ കുറിച്ച് വലിയ ദൂത് വിളിച്ചു പറയുന്ന നാം കാണുന്നു. 7-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ആ വലിയ പ്രമേയമൊക്കെ പ്രവചനാത്മാവിൽ പ്രവാചകന്മാർ പറഞ്ഞത് ലിറ്ററലി സംഭവിക്കുകയാണ്. ഇവിടെ യേശുവിന്റെ ജനനം നടക്കുകയാണ്. യേശുവിന്റെ ജനന വർത്തമാനം, ഇൻകാർണേഷൻ, ജഡാവതാരം, രക്ഷകനായി അവതരിച്ച ആ വാർത്ത പാപത്തെയും പിശാചിനെയും സകല ഇരുളിന്റെ പ്രവൃത്തികളെയും ആദം മുതൽ നാളിതുവരെ യേശുവിന്റെ ജനനം വരെ മനുഷ്യവർഗത്തെ വഞ്ചിച്ച പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഒരുവൻ ജനിച്ചിരിക്കുന്നു. അതല്ലേ സത്യത്തിൽ സുവിശേഷം, അതല്ലേ യേശു ക്രിസ്തുവിന്റെ ജയത്തിന്റെ വാർത്ത. ആ വാർത്തയോട് ആളുകൾ പക്ഷെ പ്രതികരിക്കുന്നു. ശ്രദ്ധിക്കണം, ലോകരക്ഷിതാവ് ഭൂമിയിൽ ജനിച്ചു, പക്ഷേ ആ വാർത്തയോട് ഹൗ ഡു വി റെസ്പോണ്ട്, നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രക്ഷ സാർവലൗകികമാണ്. രക്ഷകൻ സകല ജനത്തിനും വേണ്ടിയാണ് ജനിച്ചത്. പക്ഷേ ആ രക്ഷ ഞാനും നിങ്ങളും സ്വായത്തമാക്കണമെങ്കിൽ we have to respond to that gospel positively. ഇന്നത്തെ ഒരു തകർച്ച എന്താണെന്നറിയാമോ? ഈ സുവിശേഷത്തോട് സർഗാത്മകമായി ക്രിയാത്മകമായി ജനത്തിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയാതെ പാപത്തിനും പിശാചിനും പിടിയിൽ ഇന്നും ജനസഹസ്രങ്ങൾ നരകത്തിലേക്കുള്ള പെരുവഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. സുവിശേഷത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുക, യേശുവിന്റെ ജനനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുക. എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ആ രക്ഷ ഞാനും നിങ്ങളും സ്വായത്തമാക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.
the true Christmas that you and me will be experiencing only when we positively respond that message of the gospel. Amen. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ മെസ്സേജിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. Those who have responded to the birth of Jesus positively, യേശുക്രിസ്തുവിന്റെ ജനനത്തോട് സർഗാത്മകമായി ക്രിയാത്മകമായി പ്രതികരിച്ച ഒരു കൂട്ടം ആളുകൾ. On the other hand, certain people who responded to the birth of Jesus negatively, യേശുക്രിസ്തുവിന്റെ ജനനത്തോട് നിഷേധാത്മകമായി ഋണാത്മകമായി നെഗറ്റീവായി പ്രതികരിച്ച ആളുകൾ. എന്നെ കേൾക്കുന്ന ആളുകളോട് ഈ രാത്രിയിൽ ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ ഈ സുവിശേഷ ദൂതനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. നിഷേധാത്മകമായി പ്രതികരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നരകത്തിലേക്കുള്ള വഴിയിലാണ്. ഇന്നത്തെ രീതിയിൽ നിങ്ങൾ അന്ധകാരത്തിലേക്ക് പോകും എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. നമുക്ക് ആദ്യം അതുകൊണ്ട് സ്തോത്രം, ഹിന്ദു മതത്തിന്റെ ഒരു തലമുണ്ടല്ലോ, അവർ നിയതി എന്നാ പറയുന്നത്. അതല്ല. ദൈവം ആരെന്ന് ചോദിച്ചാൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ അറിയത്തില്ല. നിയതി അതല്ലെന്ന് അവർ പറയും. അത് തിയോളജിയിൽ ഒരു സംഭവമാണ്. ഒരു കാര്യം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ, ഒരു കാര്യം നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാ എന്താണെന്ന് പറയുന്നത്. എന്തല്ല സുവിശേഷം, എന്തല്ല രക്ഷ, എന്തല്ല എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് പറയുമ്പോഴാണ് ആ മെസ്സേജിന് പ്രസക്തി വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആ ഒരു ശൈലി തന്നെ നിൽക്കുക. സ്തോത്രം. സുവിശേഷത്തോട് നിഷേധാത്മകമായി പ്രതികരിച്ച ഒരു കൂട്ടം ആളുകൾ. സ്തോത്രം. അത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ. ആ ആളുകൾ എന്ന് പറയുന്നത് യെരുശലേമിലും ബെത്ലഹേമിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. സ്തോത്രം. യേശുവിന്റെ ജനനം നടക്കുന്നത് ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഏടിലാണ്. ഈ മെസ്സേജ് എങ്ങനെ കൊണ്ട് സമയത്ത് തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ജനനം ചരിത്രത്തിന്റെ ഒരു ഏടിലാണ്. സ്തോത്രം. യഹൂദന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ മില്ലേനിയത്തിലും സംതിങ് ദാറ്റ് ഹാവ് ഹാപ്പൻ, സംതിങ്സ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ ഓരോ മില്ലേനിയത്തിൽ നിന്ന് അടുത്ത നമുക്കറിയാം 2000 നിന്ന് 2001 നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ അവസാനത്തെ ഒരു ഡെക്കേഡ് 1990 മുതൽ 2001 വരെയുള്ള കാലയളവ് ഒരു വല്ലാത്ത കാലയളവായിരുന്നു. കേരളക്കരയിൽ പന്തലുകൾ കെട്ടി അല്ലെങ്കിൽ കൊട്ടിലുകൾ കെട്ടി നഗരങ്ങൾ തോറും പട്ടണം തോറും ഗ്രാമം തോറും 21 ദിവസം 40 ദിവസം ഉപവാസം നടന്ന് നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ സ്ലിംഗ് ഇൻ സ്പിരിറ്റ്, അതുപോലെ പെന്തക്കോസ്റ്റ് സർക്കിളിൽ ഒത്തിരി ഡെവലപ്മെന്റ്സ് ഫിനോമിന വെളിപ്പെട്ട ഒരു കാലമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് തോറും Y2K എന്ന് പറഞ്ഞ ഫ്ലൈറ്റുകളൊക്കെ അല്ലെങ്കിൽ ഗ്രൗണ്ട് ജയിച്ച തല നിങ്ങൾക്ക് അറിയത്തില്ല. എന്താ അടുത്ത മില്ലേനിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ സംഭവിക്കും എന്നറിയാതെ ജനം ഭാരപ്പെട്ട് ഒരു വല്ലാത്ത അനുഭവത്തിൽ ഇന്ന് നമ്മൾ COVID-19 മണ്ഡലത്തിൽ ഭാരപ്പെടുന്നു. അപ്പൊ യഹൂദന്റെ ചരിത്രത്തിലും ഓരോ 1000 വർഷങ്ങൾ കടക്കുമ്പോൾ അവരുടെ ചരിത്രപരമായ സംഭവങ്ങളുണ്ട്. ഞാൻ ആ ചരിത്ര സംഭവങ്ങൾ തൊടാൻ പോയാൽ എന്റെ മെസ്സേജിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അവർ ഒരു ചരിത്രത്തിന്റെ സംയുക്താവസ്ഥയിൽ BC നിൽക്കുകയാണ്, ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഈ സമയത്ത് യഹൂദന്റെ നാട്ടിൽ ഒത്തിരി മില്ലേനിയൽ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ മില്ലേനിയൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ മില്ലേനിയം അവസാനിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഡെവലപ്മെന്റ് ഫലമായിട്ട് ആളുകൾ ഗ്രൂപ്പുകളായിട്ട് അവർക്കൊരു നേതാക്കൾ പൊന്തി വരും. അവരൊരു ഗ്രൂപ്പിനെ നയിക്കും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നല്ലോ, 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഗമാലിയേൽ എന്ന് പറയുന്നില്ലേ, കുറെ കാലം മുമ്പ് ഒരുത്തൻ എഴുന്നേറ്റ് കുറെ പേരെ യൂദാസ് ചാത്തലിന്റെ കാലത്ത് വന്നു. അങ്ങനെ കുറെ മൂവ്മെന്റുകൾ ഉണ്ടായി, അങ്ങനെ കുറെ ലീഡേഴ്സ് ഉണ്ടായി, ആളുകളെ കൂട്ടം കൂട്ടി. ഇന്നും അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ യോഹന്നാൻ സ്നാപകന്റെ മൂവ്മെന്റ് അക്കരൊരു മൂവ്മെന്റ് ആണ്. ജീസസ് മൂവ്മെന്റ് ആസോ അത്തൊരു മൂവ്മെന്റ് എന്നാണ് തിയോളജി ഭാഷയിൽ അവർ അതിനെ കുറിച്ച്. അപ്പൊ മില്ലേനിയൽ മൂവ്മെന്റ്, ഈ മില്ലേനിയൽ മൂവ്മെന്റ് നടക്കുമ്പോൾ, മൂവ്മെന്റുകൾ ഉണ്ടായി വരുമ്പോൾ അതിന് പിന്നെ പ്രധാന കാര്യമുണ്ട്. ഒരു മില്ലേനിയത്തിൽ നിന്ന്, ഒരു സഹസ്രാബ്ദത്തിൽ നിന്ന് അടുത്തൊരു സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യഹൂദൻ വളരെ വിജിലന്റ് ആണ്. പ്രത്യേകിച്ച് റോമൻ ആധിപത്യത്തിൽ അവർ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, അവരൊരു വലിയ മശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ മശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ചിന്തയായിരിക്കും ഞാൻ പറയുന്നത്. കേട്ടിട്ടുള്ളവരാണെങ്കിൽ എന്നോട് ദയവായി ക്ഷമിക്കുക. ഈ പ്രത്യേക സമയത്ത് പൊതുവെ യഹൂദന്മാരുടെ ഇടയിൽ യേശു കുഞ്ഞ് ജനിക്കുന്നത് സ്തോത്രം യഹൂദ ഗോത്രത്തിലാണെന്ന് ഒരു സങ്കല്പമുണ്ട്, അതെല്ലാവർക്കും അറിയാം. വേറെ ചിലർ യേശു ജനിക്കുന്നത് ലേവി ഗോത്രത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിൽ എഴുതപ്പെട്ട ചില പുസ്തകങ്ങൾ യേശു അല്ലെങ്കിൽ മശിഹ ലേവി ഗോത്രത്തിൽ നിന്ന് വരും എന്നും ചിലർ വിശ്വസിക്കുന്നതായി ഞാൻ
വായിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ലേവി ഗോത്രം, യഹൂദാ ഗോത്രം, പ്രത്യേകിച്ച് പ്രധാനമായി ജനറൽ സ്ട്രീമിൽ യഹൂദാ ഗോത്രത്തിൽ യേശു ജനിക്കും എന്നവർ വിശ്വസിച്ചു. അപ്പൊ ഒരു ട്രാൻസിഷൻ പീരീഡ്, മശിഹ വരാൻ സമയമായി, റോമാ ഗവൺമെന്റ് ആധിപത്യത്തിൽ ഞെരുങ്ങുകയാണ്, ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായി എന്ന് പൊതു യഹൂദന്മാർ വിശ്വസിക്കുന്ന ആ സമയത്ത് അവരൊരു കാര്യം ചെയ്യും. ഒരു യഹൂദ കുടുംബത്തിൽ, യഹൂദ കുലത്തിൽപ്പെട്ട ഒരു കന്യകയെ വിവാഹം കഴിച്ചയച്ചാൽ അവൾ വിവാഹം കഴിഞ്ഞിട്ട് അവൾ ഭർത്തൃ കുടുംബത്തിലേക്ക് പോകുന്നു. ആ കഥയിൽ നിന്ന് വിശദീകരിക്കുന്നത്, അവൾ ഗർഭിണിയായാൽ സ്തോത്രം, അവളുടെ പ്രസവകാലം അടുക്കുമ്പോൾ സ്തോത്രം സംഭവിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? ഈ യഹൂദന്മാരുടെ കൂട്ടത്തിൽ സ്തോത്ര കന്യകാമാരായ ആ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ കൂട്ടം കൂടി. കാരണം ഈ യഹൂദ ഗോത്രത്തിൽ ഒരു സ്ത്രീ പ്രസവിക്കാൻ പോകുമ്പോൾ അവളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അത് മശിഹ ആയിരിക്കും എന്നൊരു സങ്കല്പത്തിൽ ഈ യഹൂദന്മാരുടെ നാട്ടിൽ ഒരു പെൺകൊച്ച്, യഹൂദ ഗോത്രത്തിൽ ഒരു പെൺകൊച്ച് പ്രസവിക്കാൻ, അന്ന് വീട്ടിലാണെന്നില്ല പ്രസവിക്കാൻ സമയമായി എന്ന് അറിയുമ്പോൾ ആ നാട്ടിലെല്ലാം പാട്ടാവും, ഇന്നദാസം അവൾ പ്രസവിക്കാൻ സമയമായി, അവൾക്ക് പ്രസവ വേദന വന്നിരിക്കുന്നു. ഈ നാട്ടിൽ പെട്ടെന്ന് പാട്ടാവും, പ്രസവ വേദന വന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ അവരെല്ലാം കാത്തിരിക്കുക, ഇതൊരു യഹൂദ കുടുംബത്തിൽപ്പെട്ട യഹൂദ കന്യക, അപ്പൊ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് അവൾ മശിഹ ആയേക്കാം, മശിഹ ആയേക്കാം. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരികളും എല്ലാം കൂടെ ഈ വീട്ടിന്റെ ചുറ്റും വന്ന് തമ്പടിക്കും. അവരിങ്ങനെ അവരുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, ഹാർപ്പ്, സ്തോത്രം എല്ലാമായിട്ട് അവരുടെ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് അവരിങ്ങനെ തമ്പടിക്കും. എന്നിട്ട് അകത്തൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കും. അപ്പൊ കുഞ്ഞ് ജനിച്ചു എന്ന് മനസ്സിലാകും. അത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പതുക്കെ ഡോറ് തുറന്ന് പുറത്തോട്ട് തല നീട്ടി പറയും, കുഞ്ഞ് ജനിച്ചു എന്ന്. ആ വാർത്ത കേൾക്കുമ്പോ എല്ലാവരും ചോദിക്കും, എന്നെ കുഞ്ഞ്? അത് എബ്രായ ഭാഷയില ചോദിക്കുന്നത്, അത് അത്രയും പറയാൻ എനിക്ക് അറിയത്തില്ല. എന്നെ കുഞ്ഞ്? അപ്പൊ അവര് പറയും ആൺകുഞ്ഞ്. ആൺകുഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വന്ന ഈ ചെറുപ്പക്കാരികളും എല്ലാവരും ആ വീടിന്റെ മുറ്റത്തിൽ നിന്ന് അവരൊരു പാട്ടുപാടും, ഒരു കരോൾ സർവീസ് നടത്തും. അതാ കരോളിന്റെ തുടക്കം. അവർ പാട്ടുപാടും. എന്നിട്ട് അവർ പറയും, ഈ യഹൂദ കന്യയ്ക്ക് പിറന്ന ഈ കുഞ്ഞ് ഞങ്ങളുടെ മശിഹ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ മശിഹ ആണെന്ന് കരുതിക്കൊണ്ട് അവർ കരോള് പാടും സന്തോഷത്തോടെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ഇദ്ദേഹമാകാം ജനിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ. പക്ഷെ അകത്തുനിന്ന് തല നീട്ടുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ജനിച്ചതൊരു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് വന്ന കരോളുകാര് സ്തോത്രം തലകുനിച്ച് പതിയെ ഇറങ്ങിപ്പോകും. ഇങ്ങനെ ഈ നാട്ടിൽ പല യഹൂദ കന്യകമാരും, യഹൂദ കുലത്തിൽ പിറന്ന കന്യകമാരും പ്രസവിച്ച് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോ സ്തോത്രം സ്തോത്രം അന്നൊക്കെ പാട്ടുപാടിയ കരോളുകാരുണ്ട്. ഇന്നും ഉണ്ടല്ലോ ക്ലബ്ബുകാർ കരോള് നടത്തുന്നത്. സ്തോത്രം. ഒരു ക്രിസ്മസ് സീസണിൽ ഞാൻ ഒറ്റപ്പാലത്ത് അസംബ്ലീസോട് ചർച്ചിലായിരുന്നു ശുശ്രൂഷിച്ചത്, ഒരു 6-7 വർഷം മുമ്പ്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഒരു മുസ്ലിം ബെൽറ്റ് ഏരിയയാണ്. സ്തോത്രം. ഒരു കടകളുടെ മുന്നിൽ പോലും ഒരു സ്റ്റാർ തൂക്കിയിട്ടില്ല. അവസാനം ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് പാസ്റ്റർ വീട്ടിലോട്ട് വരുമ്പോ വിൽസനോട് ഞാൻ ചോദിച്ചു, അതായത് പാസ്റ്റർ അസംബ്ലീസോണിന്റെ ഇവിടുത്തെ മലബാർ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ട് ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ VT കോശി പാസ്റ്ററിന്റെ അളിയനാണ് വിൽസൺ. ഞാൻ പഠിപ്പിച്ചാണ് ബഥേലി ബൈബിൾ കോളേജ്. അപ്പൊ ഞാൻ വിൽസനോട് ചോദിച്ചു, വിൽസ ഇവിടെ ആരും കരോളുകാരൊന്നും ഇല്ല? ഞാൻ സാറേ ഇവിടെ ആരും കരോള് പോകാൻ, ഇവിടെ ക്രിസ്ത്യൻ ബെൽറ്റ് അല്ല. സ്തോത്രം. പിന്നെ ആരെങ്കിലുമൊക്കെ ക്ലബ്ബുകാർ കരോള് നടത്തും കാശുണ്ടാക്കാൻ. അപ്പൊ ഇങ്ങനെ കരോള് നടത്തുന്ന ആളുകൾ ഇവര് ക്രിസ്തുമായി വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. ഞാനത് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ചുരുക്കം പറയാൻ ഈ പാട്ടും പാടിയിട്ട് അവര് അപ്പൊ ഒത്തിരി യഹൂദന്മാർക്ക് ജനിച്ച, യഹൂദ കുലത്തിൽ ജനിച്ച, ജൂദായുടെ കുലത്തിൽ ജനിച്ച ഒത്തിരി സഹോദരിമാർ അവർ ജന്മം കൊടുത്ത ആൺകുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ ഇവരെല്ലാം കരോള് പാടിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, യേശുക്കുഞ്ഞ് ജനിക്കാൻ സമയമായപ്പോ സ്തോത്രം ആരും അറിഞ്ഞില്ല യേശുക്കുഞ്ഞുവിന്റെ ജന്മം. സ്തോത്രം. അവൾ പതുക്കെ നസ്രയത്തിൽ നിന്ന് എവിടേക്ക് പോയി? അത് ലോകമെങ്ങും പേർവഴിച്ചാത്തണമെന്ന് അഗസ്തോസ് കൈസറിന്റെ കൽപ്പന വന്നുകൊണ്ട് ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായ സ്തോത്രം ജോസഫ് എന്ന മനുഷ്യൻ ഹല്ലേലൂയ തന്റെ ഭാര്യയായ സ്തോത്രം ഹല്ലേലൂയ മറിയയും കൂട്ടിക്കൊണ്ട് ബെത്ലഹേമിലേക്ക് വരികയാ. ബെത്ലഹേമിൽ വന്നപ്പോൾ അവളുടെ പ്രസവത്തിന് കാലം തികഞ്ഞു. ഞാൻ ഇനി ഈ വായിച്ച വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങളോട് പറയാൻ പോവാ. പ്രസവത്തിന്റെ കാലം തികഞ്ഞു. അവൾക്ക് പ്രസവിക്കാൻ സ്ഥലം കിട്ടിയില്ല. കഥ നിങ്ങൾക്കറിയാം. ഒടുവിൽ യേശുവിനെ എന്റെ ഭാവനയിൽ, എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എന്റെ വേദപരിജ്ഞാനത്തിൽ നിന്ന് ഞാൻ പറയുന്നു, യേശുവിനെ പ്രസവിച്ചത് വഴിത്തലക്കലാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. യേശുവിനെ കിടത്തിയതാണ് പശുത്തൊട്ടിയിൽ. എന്റെ പഠനം, എന്റെ ഗവേഷണം അങ്ങനെയാണ് എത്തി നിൽക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം യേശുവിനെ ഒരു പശുത്തൊട്ടിയിൽ കിടത്തി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ലോകത്തിലേക്ക് ജനിച്ച ഒത്തിരി യഹൂദ കുലത്തിൽപ്പെട്ട പിള്ളേർക്ക് വേണ്ടി കരോള് സർവീസ് നടത്തിയ ആളുകളുണ്ട്. പക്ഷെ യേശുക്കുഞ്ഞ് യഥാർത്ഥ മശിഹ ജനിച്ചപ്പോ യേശുവിന് വേണ്ടി കരോള് പാടാൻ
ബത്ലഹേമിൽ ആരും അറിഞ്ഞില്ല. യേശു യഥാർത്ഥമായി ജനിച്ചപ്പോ there was none to play the harp, none to play the music. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒരു തേങ്ങൽ ഉണ്ടായി എന്ന് ഞാൻ പറയും. കേൾക്കണോ? ദൈവം തമ്പുരാൻ പറഞ്ഞു, ലോകത്തിലേക്ക് ജനിച്ച യഹൂദ കുലത്തിൽപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ നാട്ടിൽ ഒത്തിരി പേര് കരോള് പാടി. എന്നാൽ യഥാർത്ഥ മഷിക ജനിച്ചപ്പോ കരോള് പാടാൻ ആളില്ല. അതുകൊണ്ട് സ്വർഗം നോക്കി പറഞ്ഞു, ആരവിടെ? ദൈവത്തിന്റെ മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ ട്രൂപ്പിന്റെ നേതാവ് എന്ന് പറഞ്ഞു, യെസ് മാസ്റ്റർ, ഐ എം ഹിയർ. സ്വർഗം പറഞ്ഞു, ചെല്ല് ഭൂമിയിലേക്ക്. ദൂതന്മാരുടെ ആ ഗണത്തോട്, സിംഗേഴ്സിന്റെ ആ ഗ്രൂപ്പിനോട് പറഞ്ഞു, ചെല്ല് ഭൂമിയിലേക്ക്, ചെല്ല് പാലസ്തീനിലേക്ക്, ചെല്ല് ബത്ലഹേമിലേക്ക്. എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറ, അല്ല നിങ്ങൾ പാട്ടുപാടൂ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ കണ്ടില്ലേ, യഥാർത്ഥ മനുഷ്യ ഭൂമിയിലേക്ക് പിറന്നപ്പോ കരോള് പാടാൻ ആളില്ലാതിരുന്നപ്പോ സ്വർഗം സ്വർഗീയ ദൂതന്മാരുടെ ഒരു സൈന്യത്തെ അയച്ച് യഥാർത്ഥ മനുഷ്യക്ക് വേണ്ടി കരോള് പാടി. വാവ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ് ഇൻ ദി ഹൈയസ്റ്റ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഞാൻ ഒരു ദൂത് പറയാം, അത് ദൂതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസം പകരുവാൻ, നിങ്ങൾക്ക് വേണ്ടി താരാട്ട് പാടുവാൻ, നിങ്ങളുടെ വേദനയുടെ നടുവിൽ, നിങ്ങളുടെ ദുഃഖത്തിന്റെ നടുവിൽ, നിങ്ങളുടെ നിരാശയുടെ നടുവിൽ, നിങ്ങൾ കൈപ്പോടെ കരയുന്ന അനുഭവങ്ങളിൽ ആരും ഒരു ആശ്വാസം പറയാൻ ഇല്ലാതിരിക്കുന്നു തോർത്ത് ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ യേശു പിറന്നു വീണ കിടന്നത് പശുത്തൊട്ടിയിലെങ്കിൽ, വഴിയാധാരമായ മണ്ഡലത്തിൽ, യേശു കുഞ്ഞു വഴിയിൽ പ്രസവിക്കപ്പെട്ട മണ്ഡലത്തിൽ, സ്തോത്രം, പശുത്തൊട്ടിയിൽ കിടക്കപ്പെട്ട മണ്ഡലത്തിൽ, ആരും അറിയാതെ, ആരോരും അറിയാതെ ഏകാന്തതയിൽ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയുന്നു. നിങ്ങളുടെ ഏകാന്തതകളെ കീറിമുറിച്ചുകൊണ്ട് നിങ്ങളുടെ വേദന എറിയുന്ന, നിങ്ങളുടെ ഭാരമറിയുന്ന സ്വർഗീയനായ ദൈവം, സ്വർഗത്തിലെ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി ദൂതുമായി, നിങ്ങൾക്ക് വേണ്ടി പാട്ടുമായി, നിങ്ങൾക്ക് വേണ്ടി ആശ്വാസവാക്കുമായി ദൂതനെ അയക്കുന്ന ദൈവം. ഗ്ലോറി ടു ഗോഡ്. ബത്ലഹേം നിവാസികൾ യേശുവിന്റെ ജനനം അറിഞ്ഞില്ല. യെരൂശലേം നിവാസികൾ യേശുവിന്റെ ജനനം അറിഞ്ഞില്ല. They could not respond to the birth of Jesus positively. യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ക്രിയാത്മകമായി അവർക്ക് പ്രതികരിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ജനനം, യേശു ജനിച്ചു, യേശു കുഞ്ഞുമായി അല്ല, യേശുവിന്റെ ജനനത്തിങ്കിൽ യേശുവിന് ജനിപ്പാൻ സമയമായപ്പോ യേശുവിന്റെ അമ്മ മറിയയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ ജോസഫിനെ നോക്കൂ. ജോസഫ് അന്ന് പേർ വഴി ചാർത്താൻ എല്ലാവരും പട്ടണത്തിൽ വന്നതുകൊണ്ട്, ദാവീദിന്റെ കുലത്തിലും കുടുംബത്തിലുള്ളവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് അവിടെ വന്നതുകൊണ്ട് സത്രമെല്ലാം നിറവായിരുന്നു. ഓരോ സത്ര, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഓരോ സത്രത്തിന്റെ വാതിലിൽ ചെല്ലുമ്പോഴും മുട്ടുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ബോർഡുണ്ട്, ഹൗസ്ഫുൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോട്ടലുകൾ ചിലയിടങ്ങളിൽ ഹൗസ്ഫുൾ. സ്തോത്രം. ജോസഫ്, എന്റെ ഭാവന പറയുക, ജോസഫ് ഒരു സത്രത്തിൽ മുട്ടി ഹൗസ്ഫുൾ എന്ന് കണ്ടിട്ടും സത്രക്കാരൻ തുറന്നു വന്നു. സത്രക്കാരനോട് പറഞ്ഞു, ദേ എന്റെ ഭാര്യ, അവൾക്ക് പ്രസവിപ്പാൻ കാലമായി, പ്രസവവേദനയുണ്ട്, ഒരു മുറി തരണം. അയാൾ പറഞ്ഞു, നോ റൂം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, ഏതെങ്കിലും ഒരു സത്രക്കാരൻ റൂമില്ല എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഈ ദൈന്യത കണ്ടിട്ട്, ഈ ദീനത കണ്ടിട്ട്, ഈ ഭാരം കണ്ടിട്ട് ഒരു സ്ത്രീക്ക് പ്രസവിക്കുവാൻ, നിങ്ങൾക്കറിയത്തില്ല, ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസുമാര് റൂം തിരിച്ച്, സ്ഥലം തിരിച്ച് പ്രസവിപ്പിച്ച ചരിത്രം, ട്രാൻസ്പോർട്ട് ബസ്സിൽ പ്രസവിച്ച ചരിത്രം എന്നതുപോലെ യേശുവിന്റെ അമ്മ മറിയയ്ക്ക് ആ സത്രത്തിൽ പ്രസവിക്കുവാൻ എവിടെങ്കിലും ഒരു കോണിലെങ്കിലും, ഹല്ലേലൂയ, ഒരു കുടുസുമുറിയെങ്കിലും നൽകിയിരുന്നെങ്കിൽ ഇന്ന് വേദപുസ്തകത്തിന്റെ തങ്കലിപികളിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുമായിരുന്നു. പശുത്തൊട്ടിയിൽ ശീലകൾ ചുറ്റിക്കിടത്തി എന്ന് പറയുന്നിടത്ത് ആ സത്രക്കാരന്റെ പേര് പറഞ്ഞിട്ടോ, ആ സത്രത്തിന്റെ പേര് പറഞ്ഞിട്ടോ, സ്തോത്രം, ആ സത്രത്തിൽ പ്രസവിച്ചു എന്ന പുസ്തകത്തിൽ ലിഖിതം വന്നേനെ. ലോകമുള്ള കാലം മുഴുവൻ, സുവിശേഷം പ്രസംഗിക്കുന്ന കാലം മുഴുവൻ അയാളെ കുറിച്ച് പ്രസംഗിച്ചേനെ. ഒരു സ്ഥലവുമില്ലാതെ, യേശുവിന്റെ അമ്മയ്ക്ക് ജനിക്കുവാൻ, പ്രസവിക്കുവാൻ സ്ഥലമില്ലാതെ സത്രങ്ങൾ തേടി നടന്നപ്പോ, അനേക വാതിലുകൾ മുട്ടിയപ്പോൾ വാതിൽ തുറന്നുകൊടുത്ത് ക്രിയാത്മകമായി യേശുവിന്റെ ജനനത്തിനു വേണ്ടി സ്ഥലം കൊടുത്ത ആ മനുഷ്യൻ ഇന്ന്
അയാൾ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടേനെ. ദൂത് പറയാ, ഇന്ന് രാത്രി ഞാൻ ദൂതോട് പറയാ, സ്തോത്രം, എത്ര പേർ ക്രിയാത്മകമായി പ്രതികരിക്കും യേശുവിനെ പറക്കുവാൻ? ഞാൻ ഈ ദൂത് ഇത്തിരി ആഴത്തിൽ പറയുക. യേശുവിന് സത്രത്തിൽ പറക്കാൻ ഇടം കൊടുക്കാതെ നോറും ബോർഡ് തൂക്കിയ ആ തലത്തിൽ നിന്ന് ഇന്നത്തെ കാലയളവിൽ ഈ COVID-19 പീരീഡിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് നസ്രായൻ മുട്ടി വിളിക്കുക. വെളിപ്പാട് 3:20. Behold, I stand at the door and knock. If anybody opens the door, oh Rabashikallabadi. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ആ വാതിലിന്റെ മുട്ടൽ ശബ്ദം കേട്ട് ഇന്ന് ഹൃദയ കവാടം തുറന്നു കൊടുത്താൽ നിങ്ങളുടെ പേര് വേദപുസ്തകത്തിൽ എഴുതിയില്ലെങ്കിലും സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ തങ്ക ലിപികളിൽ ഇന്ന് രാത്രി എഴുതുവാൻ കഴിയും എന്നുള്ള ദൂത വിസ്മരിക്കരുത്. Come on, respond to this gospel, respond to the call by Jesus, respond to the knock of Jesus at your heart's door, so that your name will be written in golden ink in the heavenly realm. കർത്താവേ, ഇന്ന് രാത്രിയിൽ അവിടുന്ന് എന്റെ ഹൃദയത്തിൽ വന്ന് ജനിക്കണമേ. Come and take birth in my heart. Oh, Rabbi Shikalamanadi. സത്രകാരന് കഴിഞ്ഞില്ല. He could not respond to the divine message positively. No space. സ്ഥലമില്ല. എന്നെ ചലിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം 15-ാം വാക്യം. അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. വായിക്കാൻ സമയമില്ലാത്ത ഞാൻ പറഞ്ഞു പോവുക. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടു. ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? അവനായി. ഈ ഭൂമി ആർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാ? സത്രം ആർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാ? ഈ മണ്ണാകട്ടെ ആർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാ? എന്നെ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? നിങ്ങളെ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? നിങ്ങൾ പാർക്കുന്ന വീട് ആർക്ക് നിമിത്തം ഉണ്ടാക്കിയതാ? എല്ലാം യേശു ക്രിസ്തു നിമിത്തം. എങ്കിലൊരു ദൂത് പറയാം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തമ്പുരാൻ തന്നത് യേശു ക്രിസ്തു നിമിത്തമാണ്. ഈ ഭൂമിയെ ദൈവം ഉണ്ടാക്കിയത്, സകലവും സൃഷ്ടി ചെയ്ത ദൈവം, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, കർത്തൃത്വങ്ങൾ, അധികാരങ്ങൾ, രാജ്യങ്ങൾ, ഭരണകൂടങ്ങൾ, വ്യവസ്ഥിതികൾ, നീതിന്യായ കോടതികൾ, anything and everything that which we have on the surface of the earth are truly created by God for the sake of Christ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾക്ക് വേണ്ടിയാ അല്ല, യേശുവിന് വേണ്ടിയാ നിങ്ങളെ നിർമ്മിച്ചത്. അത് തിരിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി ഒന്ന് പ്രതികരിക്കുമോ? എന്റെ ഹൃദയത്തിലേക്ക് വന്ന യേശുവേ, അവിടുന്ന് ജനിക്കണമേ. I do believe that I am created for the sake of Christ. I do believe that my family is created for the sake of Christ. ഞാനും എന്റെ കുടുംബവും എനിക്കുള്ളത് മുഴുവൻ എന്റെ കർത്താവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. Praise God. നമുക്കൊന്ന് പ്രതികരിക്കാം. Please don't shut the door of your heart and say no space. എന്റെ സ്നേഹിതരെ, ഒരു വല്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നു. വാതിൽ അടച്ചിട്ട്, ഹൃദയ കവാടം അടച്ചിട്ട് സ്ഥലമില്ലെന്ന് പറയരുതേ, സ്ഥലമില്ലെന്ന് പറയരുതേ. ഓ ജീസസ്. ആ സത്രക്കാരന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആ സത്രക്കാരന് ഇത്രയും ഒരു സുവർണാവസരം വരാനില്ലായിരുന്നു. നസ്രയത്തിൽ ജീവിച്ച മറിയ, നസ്രയത്തിൽ ജീവിച്ച ജോസഫ്, അവരെ ഓടിച്ച് അഗസ്തോസ് കൈസറെ കൊണ്ടൊരു കൽപ്പന ഇടിച്ചിട്ട് ദൈവത്തിന്റെ പുത്രൻ ജനിക്കേണ്ടത് ബത്ലഹേമിലാണെന്നുള്ള ദൈവവചനത്തിന്റെ പ്രവചനം നിറവേറ്റുവാൻ ഓടിച്ച്, ഹേ സത്രക്കാരാ, നിന്റെ സത്രത്തിന്റെ വാതിൽ ഇവരെ കൊണ്ടുവന്നില്ലേ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, ഹല്ലേലൂയ. സ്വർഗ്ഗോന്നതങ്ങളിൽ ഇരുന്ന ദൈവപുത്രൻ അവിടുന്ന് താഴ്ന്ന ലോകത്തിലേക്ക് വന്ന് ദേ നിന്റെ ഹൃദയ കവാടത്തിന്റെ വാതിൽ വരെ വന്നില്ലേ? പ്ലീസ്, തൂത്തറിയല്ലേ? ഇന്ന് രാത്രി തൂത്തറിയല്ലേ? ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തത്, ഈ സുവിശേഷത്തോട്, യേശുക്രിസ്തുവിന്റെ ജനനത്തോട് നിഷേധാത്മകമായി പ്രതികരിച്ചവർ.
പുരോഹിതരും ജനത്തിന്റെ പ്രമാണിമാരും. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വിദ്വാൻമാർ എത്തുകയാണ്. ഹല്ലേലൂയ. വാർത്ത കേട്ട ഹെരോദാവ്, സ്തോത്രം, പെട്ടെന്ന് ജനത്തിന്റെ പുരോഹിതന്മാരെയും മൂപ്പന്മാരെയും വിളിപ്പിച്ചു. അവരെല്ലാം കൂടെ കണക്ക് കൂട്ടി പുസ്തകമെല്ലാം അരിച്ചു പറക്കിട്ട് പറഞ്ഞു, മഷിക പറക്കേണ്ടത് ബത്ലഹേമിലാണ്. സ്തോത്രം. അവർക്ക് കണക്കറിയാം, യേശു ജനിക്കുന്നത് എവിടാന്നറിയാം, വേദപുസ്തകം അറിയാം. ഈ ക്രിസ്തുമസ് സീസണിൽ കരോൾ സർവീസ് നടത്തുന്ന പള്ളിക്കാരെ എനിക്കറിയാം. ഇത്തിരി ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ടെങ്കിലും ഈ ക്രിസ്തുമസ് സീസണിൽ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കുന്നവർ, സ്തോത്രം, ഈ ക്രിസ്തുമസ് സീസണിൽ റാലികൾ നടത്തുന്നവർ, ഈ ക്രിസ്തുമസ് സീസണിൽ എന്തെങ്കിലും ബഹളങ്ങൾ കൂട്ടുന്നവർ, പക്ഷെ എല്ലാം അവർക്ക് അറിയാം. പക്ഷെ ആ യേശുവിനെ കാണാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, ആ മശിഹായുടെ ജനനത്തെ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ പുരോഹിതർക്ക് കഴിഞ്ഞില്ല, ജനത്തിന്റെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. They know the book, അവർക്ക് വേദപുസ്തകം അറിയാം. They know the prophecies, അവർക്ക് പ്രവചനം അറിയാം. And they know how to explain the prophecies and the word of God. എന്നെ കേൾക്കുന്ന ദൈവമകളെ, ഇത് ഷാർപ്പൊരു ദൂതാ. ഞാൻ സാധാരണ പറയുന്ന ഡയമെൻഷനിൽ ഒരു ദൂതല്ല പറയുന്നത്. എനിക്കിന്ന് രാത്രി ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വേദപുസ്തകം അറിയാം, എനിക്കും അറിയാം. നിങ്ങൾക്ക് പ്രവചന ദൂതുകൾ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വിശദീകരിക്കാൻ അറിയാം. രാജുത്തോമാസെ, നിനക്ക് പ്രസംഗിക്കാൻ അറിയാം, ഉപദേശിമാർക്ക് പ്രസംഗിക്കാൻ അറിയാം, പ്രവാചകർക്ക് പ്രവചിക്കാൻ അറിയാം, വേദപുസ്തകം വായിക്കാൻ അറിയാം, ധ്യാനിക്കാൻ അറിയാം. സ്തോത്രം. പക്ഷേ യേശുക്രിസ്തുവിന്റെ ജനനത്തോട് അവർക്ക് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. Come on, the true Christmas takes place in the life of anybody or everybody only when they permit and understand and receive and respond positively to the birth of Jesus rather than simply explaining. പ്രസംഗം ഒരു കലയാണ്, പക്ഷെ സുവിശേഷ പ്രസംഗം കലയല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, സ്തോത്രം, പ്രസംഗമൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച്, നിങ്ങൾ ഇങ്ങനെ സ്റ്റിഫ് നെക്ഡ് ആയിട്ട് നിന്നെ കൊല്ലും ഞാനും കൊല്ലും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവേശം പിടിച്ച് പ്രസംഗിക്കരുത്. ജനത്തെ ഒന്ന് ചിരിപ്പിക്കണം, ഒരു തമാശയൊക്കെ പറയണം, എന്തെങ്കിലും ഒരു കഥയൊക്കെ പറയണം, ഇത്തിരി ഇങ്ങോട്ടൊന്ന് റിലാക്സ് ചെയ്യിച്ച് ജനത്തെ ഒന്ന് രസിപ്പിച്ച്. ഞാൻ പറഞ്ഞു, എനിക്കത് അറിയത്തില്ല കൂട്ടാ, ഞാൻ ഏത് കാര്യം ചെയ്താലും സീരിയസ് ആയിട്ടാ ചെയ്യുന്നത്. സ്തോത്രം. എനിക്കത് അറിയത്തില്ല. അങ്ങനെ കലാവൈഭവം ഉള്ളവര് കഥാപ്രസംഗം പോലെ പ്രസംഗിക്കുമായിരിക്കും. എനിക്ക് കഥ പറയാൻ അറിയത്തില്ല, എനിക്ക് ആളുകളെ രസിപ്പിക്കാൻ അറിയത്തില്ല. When I preach the gospel, I'm so serious. എന്താ കാര്യം എന്നറിയാമോ? ഇത് നരകത്തിലേക്ക് പോകുന്ന വഴിയാ ആളുകൾ ഏറ്റെടുത്തില്ലെങ്കിൽ. നിങ്ങൾക്കറിയത്തില്ലേ, ലോത്ത് മരുമക്കൾ വിളിച്ചു പറഞ്ഞു, ഇത് സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുകയാന്ന്. ദ വുഡ് ബി മരുമക്കൾ എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? അമ്മായിയപ്പൻ കളി പറയുന്നു. സ്തോത്രം. ഇതിന് കുഴപ്പമെന്താ അറിയാമോ? ഞാൻ തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തമാശയൊക്കെ പറഞ്ഞ് രസിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ പോവാ. അതിന്റെ ഇടയ്ക്ക് പറയുന്ന സുവിശേഷവും തമാശയാന്ന് വിചാരിച്ചു. ഗോസ്പൽ ഒരു തമാശയല്ല. നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള the only possible outlet, the only possible way, gospel, the good news of Jesus. Jesus. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അപ്പോ വേദപുസ്തകം അറിയാവുന്നവർ, ന്യായപ്രമാണം അറിയാവുന്നവർ, ശാസ്ത്രിമാർ, പരീക്ഷന്മാർ, ജനത്തിന്റെ നേതാക്കൾ, പുരോഹിതർ, പ്രവാചകന്മാർ, എല്ലാം അറിയാം. പക്ഷേ യേശുവിന്റെ ജനനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചില്ല. മൂന്നാമത്തെ ആൾ, അടുത്തയാൾ, നാലാമത്തത് ഹെറോദ്. അവൻ ഭരണാധികാരിയാ. ഹല്ലേലൂയ. അവൻ ഭരണാധികാരിയാ. അവന് പ്രതികരിക്കായിരുന്നു. അവൻ പ്രതികരിച്ചില്ല. അവന്റെ കസേരയാ നോക്കിയത്. സ്തോത്രം. അവൻ, നിങ്ങൾക്കറിയാമോ, ഹെറോദ ഗ്രേറ്റ് 40 വർഷം യഹൂദനെ ഭരിച്ച ഇദുമിയന്റെ ആന്റിപ്പേറ്റർ എന്ന് പറഞ്ഞ ഇദുമിയൊക്കെ ഏദോംകാരന്റെ കൊച്ചുമോനാ. ഏദോംകാരെ, അതായത് ജോൺ ഹൈർക്കാനസ് എന്ന് പറയുന്ന ആള്, ഹാസ്മോണിയൻ എംപയർ എന്ന് പറയുന്ന ഒരു എംപയർ, യേശുവിന്റെ ജനനത്തിനു മുമ്പ് 163 BC വരെ യഹൂദന്മാരെ ഭരിച്ചിരുന്ന ഒരു രാജ്യമാണ്. അത് ചരിത്രം പറയുമ്പോൾ ഒത്തിരി കാര്യമാണ്. അതിന്റെ അവസാനത്തെ ഭരണാധികാരിയെ തോൽപ്പിച്ചിട്ട്, സ്തോത്രം, അപ്പൊ അതിന്റെ ഒരു ഭരണാധികാരിയാണ് ജോൺ ഹൈർക്കാനസ്. അയാള് ഏതോം എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച് തൊട്ടടുത്താണല്ലോ.
തൊട്ട് തെക്കേ കിടക്കുന്നത്. ഏദോമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് സകല ഏദോമിരെ, ഏശാവിന്റെ വംശജര സകല ഏദോമിരെയും സർക്കംസിഷൻ നടത്തി യഹൂദരാക്കി. ആ വർഗത്തിൽ നിന്ന് പിൽക്കാലത്ത് സൈന്യാധിനോ എന്നൊരു ഇതുമിയൻ ആന്റിപ്പേറ്റ്, ഇതുമിയൻ ഏതോംകാരൻ ആന്റിപ്പേറ്റ് എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ മോനോ കൊച്ചുമോനോ ആണ് ഹരോദാവ്. അപ്പൊ പാതി ഏതോമിയാണ്. സ്തോത്രം. ഏശാവാണ്, ഏശാവിന് വംശാവലിയാണ്. യഹൂദ സ്ത്രീയൊക്കെ കല്യാണം കഴിച്ചു. അന്ന് ഒത്തിരി സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അന്ന് അഗസ്തോസ് കൈസർ എന്ന റോമൻ ചക്രവർത്തി പറഞ്ഞു, ഇറ്റ് ഈസ് റാദർ ബെറ്റർ ബി ദ ഡോഗ് ഓഫ് ഹെറോദ് ദാൻ ബി ഹിസ് വൈഫ്. കാരണം ഒരുത്തരം വിശ്വാസമല്ല. ആഗസ്റ്റിന് കീഴിൽ ഭൂമിക്ക് മേളിൽ ഒരുത്തരം വിശ്വാസം. സ്വന്തം ഭാര്യ ഒരു വിശ്വാസം, സ്വന്തം ജാമാതാവിനെ അല്ലെങ്കിൽ മക്കളെയും മരുമക്കളെയും കൊന്ന പുള്ളിയാണ്. ഒത്തിരി മക്കളെ കൊന്നു. അവസാനം 2-3 പിള്ളേർ രക്ഷപ്പെട്ടു. അത് പിന്നീട് വന്ന ഹെരോദാവന്മാർ. അപ്പൊ ആരും വിശ്വാസമില്ല. കാരണം അയാൾക്ക് അധികാരവും അയാളുടെ കസേരയും. ഇന്നുകൊണ്ട് ആളുകൾ അടുത്ത തലമുറയിൽ ഇന്ന് ഞാൻ പല സഭാ സമൂഹങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ലീഡേഴ്സിന് പറ്റിയ ചില സമൂഹങ്ങളുടെ ലീഡേഴ്സ്, ഞാൻ ചിലയിടത്തൊക്കെ അടുത്ത സമയത്ത് ചില ലീഡേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ നിങ്ങളൊരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പിനെ വളർത്തിയോ? ഇന്ന് ചില പ്രസ്ഥാനങ്ങൾക്ക് ലീഡർഷിപ്പ് ഡിപ്ലീഷൻ ഉണ്ട്. എനിക്കറിയാവുന്ന വളർന്നു വന്ന മിടുക്കരായ സ്തോത്രം ശുശ്രൂഷയിൽ തെളിഞ്ഞു വന്ന അനേക ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം വെട്ടി ഒതുക്കി 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 ഒതുക്കി. സ്തോത്രം. അനുഭവ സാക്ഷിയൊക്കെ പറയാൻ പോയാൽ ഒത്തിരി കാര്യമുണ്ട്. എനിക്കൊരു ഓർഡിനേഷൻ കിട്ടാൻ 15 വർഷം ഞാൻ വെയിറ്റ് ചെയ്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ഓർഡിനേഷൻ കിട്ടാൻ 15 വർഷം വെയിറ്റ് ചെയ്തു. വിശദീകരിക്കുന്നില്ല. സ്തോത്രം. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ല, സുവിശേഷം ഇല്ലാഞ്ഞിട്ടല്ല. എല്ലായിടത്തും ഞാൻ ഒരു നേതാവിനോട് ഒരിക്കൽ ചോദിച്ചാൽ, നിങ്ങൾ വളർത്തിയ എത്ര നേതാക്കളുണ്ട്? നൗ യു ആർ ലമന്റിങ്. അടുത്ത ജനറേഷൻ നേതൃത്വം കൊടുക്കാൻ പുത്തൻ തലമുറയില്ല. സ്തോത്രം. എന്നോട് എന്റെ അളിയൻ ഫസ്റ്റ് മാത്രിമണികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, രാജു, വളർന്നവനെ വളർത്താൻ പറ്റത്തുള്ളൂ. വളർന്നവനെ വളർത്താൻ പറ്റത്തുള്ളൂ. സ്തോത്രം. വളർന്നവനെ വളർത്താൻ പറ്റത്തുള്ളൂ. ഒരു ലീഡർ ആകുന്നത് അയാൾ വളർന്നു കഴിയുമ്പോഴാണ്. അയാൾ വളർന്നു കഴിഞ്ഞാൽ അടുത്ത ജനറേഷനെ വളർത്തും. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഹെരോദ് അത്തരത്തിലുള്ള ഒരാളാ. അയാൾ കസേരയ്ക്ക് വേണ്ടി നിന്നു. യേശുവിന്റെ ജനനത്തോട് അയാൾ ക്രിയാത്മകമായി പ്രതികരിച്ചിരുന്നെങ്കിൽ, സ്തോത്രം, അയാൾക്ക് അങ്ങനെ ഒരു മരണം, ഹാർട്ട് അറ്റാക്ക് വന്നു, എങ്ങനെ ചത്തുപോയി? ഭയന്നോ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തീരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണമേ. വചനത്തോട്, സുവിശേഷത്തോട്, യേശു ക്രിസ്തുവിനോട്, ക്രിസ്തുമസിനോട്, the birth of Christ. Christmas carries the message of the birth of Christ. യേശു ക്രിസ്തുവിന്റെ ജനനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയട്ടെ. സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്നത്തെ ഹൈ പ്രീസ്റ്റ്, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അന്നത്തെ മഹാപുരോഹിതൻ പ്രതികരിച്ചില്ല. പുസ്തകം അറിയാവുന്ന ആള്. ഹി വാസ് ബിസി വിത്ത് ഹിസ് റിച്വലിസ്റ്റിക് ആക്ടിവിറ്റി. ഇന്ന് അതങ്ങനെയല്ലേ? ഇന്ന് കർമാനുഷ്ഠാനങ്ങളാണ്, അനുഷ്ഠാനങ്ങൾ, റിച്വൽസ്. ഏത് ഉത്സവം പോലെ ഒരു ഉത്സവമായി ക്രിസ്തുമസും. ഇതര മതത്തിൽപ്പെട്ടവർ ഉത്സവം ആചരിക്കുന്ന പോലെ ക്രിസ്തുമസ് ആൾസോ ബിക്കെയിം എ ഫെസ്റ്റിവൽ, എ സീസൺ ഓഫ് ഫെസ്റ്റിവൽ വേർ വി സെലിബ്രേറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട്, അമേരിക്കയിലെ ഒരു വലിയ സമ്പന്ന സമൂഹമാണ് യഹൂദന്മാരുടെ സമൂഹം. 2% യഹൂദന്മാരോടുള്ളൂ. സ്തോത്രം. CS ബിൽഡിങ്ങോ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങോ അതുപോലുള്ള കുറെ ഫിലഡൽഫിയ ഭാഗത്തുള്ള കുറെ വമ്പൻ ബിസിനസ് സ്ഥാപനങ്ങൾ ന്യൂയോർക്കിലൊക്കെ ഉള്ളത് അവരുടേതാണ്. ക്രിസ്തുമസ് വരുമ്പോഴത്തേക്കും അമേരിക്കയിൽ രീതിയല്ലേ? സ്തോത്രം. ഈ ബിസിനസ്സുകാരെല്ലാം ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. വലിയ മാർക്കറ്റിംഗ് ആണ്. കാശുണ്ടാക്കുന്നത് മാർക്കറ്റിംഗ്, ബിസിനസ്സിൽ കാശുണ്ടാക്കുന്ന യഹൂദന്മാർ. പക്ഷെ അവരാരും യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇറ്റ്സ് ജസ്റ്റ് എ ബിസിനസ് ഫോർ ദം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും സുവിശേഷ വേല ഒരു ബിസിനസ് ആയിട്ട്, ഇഫ് യു തിങ്ക് ദാറ്റ് ഇവാഞ്ചലിസം ഈസ് എ പ്രൊഫഷൻ, സുവിശേഷ വേല ഒരു ബിസിനസ് ആണോ? പാട്ടുകാരൻ പാടുന്നത് പോലെ, വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയം ഇതല്ല, കാടും മലയും ആവലോടോടി നേടുക നീ ആത്മാക്കളെയും. സമ്പാദിക്കാനുള്ള സമയമാണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്രമിക്കാനുള്ള സമയമാണോ? പൊര കത്തുമ്പോ ചാറ്റമഴയുണ്ട്, ഇപ്പൊ വയ്യ നനയുമെന്ന് പറഞ്ഞിരിക്കുകയല്ല. പൊര കത്തുമ്പോ കെടുത്താനുള്ള സംവിധാനം നോക്കണം. മുഴുവൻ ലോകവും നരകത്തിൽ ദഹിക്കുവാൻ സംഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്ന് വിളിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു, യുഗത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് യു മസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. എഴുന്നേൽക്കാൻ സമയമായി, ഉണരാൻ സമയമായി, ക്രിയാത്മകമായി പ്രതികരിക്കാം. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ഗോസ്പൽ
യോഹന്നാൻ പറയുന്ന പോലെ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിനോട് ക്രിയാത്മകമായി എനിക്ക് നിങ്ങൾക്കും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ പറ, കർത്താവേ, സുവിശേഷത്തോട്, ക്രിസ്തുമസിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ എനിക്കൊരു കൃപ നൽകണമേ. ഞാൻ വേഗം അതങ്ങ് വൈൻഡപ്പ് ചെയ്യുക. യേശുവിന്റെ ജനനത്തോട് നിഷേധാത്മകമായി പ്രതികരിച്ച കുറെ ആളുകൾ. സ്തോത്ര, കരോളുകാരറിഞ്ഞില്ല, പുരോഹിതന്മാർ അറിഞ്ഞില്ല, ലീഡേഴ്സ് അറിഞ്ഞില്ല, ഹെരോദാവ് അറിഞ്ഞില്ല, സത്രക്കാരൻ അറിഞ്ഞില്ല. ഇവരാരും യേശുവിന്റെ ജനനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചില്ല. അവർക്കാർക്കും അതുകൊണ്ട് ദൈവപ്രസാദം കിട്ടിയില്ല, അതുകൊണ്ട് സമാധാനമുണ്ടായില്ല. അടുത്ത ചിന്ത, സുവിശേഷത്തോട്, യേശുവിന്റെ ജനനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചവർ. നാം വായിച്ച കുറുവാക്യത്തിൽ സ്തോത്രം, ആട്ടിടയന്മാർ. ഈ ആട്ടിടയന്മാരെ കുറിച്ച് ഒത്തിരി ചിന്തകൾ പലരും പറയാറുണ്ട്. എന്റെ ഗവേഷണവും എന്റെ പഠനവും എന്നെ കൊണ്ടെത്തിച്ച ഒരു കൺക്ലൂഷനുണ്ട്. സ്തോത്രം, അതിങ്ങനെയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാകും, അല്ലെങ്കിൽ ചിലർക്ക് ഇത് പുതുമയുള്ളൊരു കാര്യമാകും. ആരാണ് ഈ ആട്ടിടയൻ? ഈ ആട്ടിടയനെ കണ്ടെത്തുവാൻ ബെത്ലഹേമിൽ പുൽമേടുകളുണ്ട്. പ്രേറി, സ്റ്റെപ്പീസ് എന്നൊക്കെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പുൽമേടുകളെ പറയുന്ന പോലെ ബെത്ലഹേമിൽ ഒത്തിരി പുൽമേടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ട ആട്ടിടയന്മാരല്ല ഉള്ളത്. യൂതന്മാരൊരു പാസ്റ്റൽ കമ്മ്യൂണിറ്റി ആയിരുന്നു, ഇടയന്മാരായിരുന്നു. യേശു ഉദാഹരണങ്ങളിൽ ഇടയന്റെ കാര്യവും ആടിന്റെ കാര്യവും ഒക്കെ പറയാൻ കാരണം യേശു ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങൾ നോക്കിയാണ് ഉദാഹരണങ്ങൾ പറഞ്ഞത്. നല്ല ഇടയൻ എന്നൊക്കെ പറയുമ്പോ, സ്തോത്രം, 100 ആടുണ്ടായിരുന്നു, 1 കാണാതെ പോയി എന്നൊക്കെ പറയുമ്പോ, അങ്ങനെ ആടുകൾ 100ഉം 200ഉം 500ഉം ആടുകളൊക്കെ ഉള്ള, 1000 ആടുകളുള്ള വലിയ ഗോഡ് ഫാംസ് ഉണ്ടായിരുന്നു. എവിടെ? ബെത്ലഹേമിൽ. പുൽമേടുകൾ ഒത്തിരിയുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ഗോഡ് ഫാമിലെ ഒരു ഫാമിലെ ഇടയന്മാരോടാണ് ദൂതൻ പോയി. ആദ്യത്തെ കോണ്ടസ്റ്റിൽ ഒരു ദൂതനാ വന്ന് പറയുന്നത്. ഒരു ദൂതൻ പോയി ദൂത് പറയുന്നു. ശ്രദ്ധിക്കണമേ നിങ്ങൾ, ആരാണ് ഈ ഇടയന്മാർ? ഞാനിതിങ്ങനെ പറയാം. ഈ ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണമെങ്കിൽ മലാക്കി പ്രവചനത്തിൽ, സ്തോത്രം, മലാക്കിയുടെ കാലമൊക്കെ ആയപ്പോഴേക്കും ദൈവാലയത്തിൽ യാഗം കഴിക്കാൻ കൊണ്ടുവരുന്ന മൃഗങ്ങളെയൊക്കെ കണ്ണി ചിമ്മിയതും ബ്ലെമിഷ്ഡ് ആയിട്ടുള്ള, കാലൊടിഞ്ഞതും മുറിവേറ്റതും അങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ ഇന്നും. എനിക്കറിയാവുന്ന കുറെ പെന്തക്കോസ്തുകാരുണ്ട്. ക്ഷമിക്കണം, വീട്ടിൽ പണ്ട് കാലത്തൊക്കെ 4ഉം 5ഉം പിള്ളേരുണ്ട്. ഇതെല്ലാം പറയാൻ നേരമില്ല. 4ഉം 5ഉം 7ഉം പിള്ളേരുണ്ട് ക്രിസ്ത്യ കുടുംബങ്ങളിൽ. ഇപ്പൊ മൂത്തവനോട് പറയും, നീ കൃഷി കാര്യങ്ങളൊക്കെ വസ്തുവാണല്ലോ, സ്തോത്രം. രണ്ടാമത്തവനെ ബാരിസ്റ്റർ ആക്കും, മൂന്നാമത്തവനെ CA കാരനാക്കും, അല്ലെ എന്തുവാ അന്നത്തെ ICSE ബ്രിട്ടീഷ് കാലത്തുള്ള നമ്മുടെ സിവിൽ സർവീസ്. നാലാമത്തോട് പറയും, ഒരുത്തനെ ജോലിക്കും വീട്ടുകാര്യം നോക്കാനാക്കി, രണ്ടാമത്തെ ബാരിസ്റ്ററായി, മൂന്നാമത്തവൻ അവൻ സിവിൽ സർവീസ് പോയി, നാലാമത്തവൻ സുവിശേഷ വഴിക്ക് പോകും. ഇതാണ് സംവിധാനം. നാലാമത്തെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് ഞാൻ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നല്ലോ, ബൈബിൾ കോളേജ് ഞങ്ങൾക്ക് പിള്ളേരെ കിട്ടും. പക്ഷെ ഇന്ന് ആകെപ്പാട് 1ഉം 1 മുറിയും 2ഉം. നിങ്ങൾ എന്നോടൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ബിനോയോട് പറഞ്ഞു, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കേരളത്തിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. കേരളത്തിൽ സഭകൾ എണ്ണത്തിൽ എടുത്താൽ, സമയത്ത് ഒരു പ്രസ്താവന ഞാൻ കേട്ടത്, മർത്തോമ സഭയിൽ ആളുകൾ സ്റ്റീപ്പായിട്ട് കുറയുക. എന്താ കാര്യം എന്നറിയാം? കൺവേർഷൻ ഗ്രോത്ത് ഇപ്പൊ കുറവാ, ബയോളജിക്കൽ ഗ്രോത്ത് 1 കുഞ്ഞുങ്ങളെ ഉള്ളൂ പല വീട്ടിലും. ഇന്നത്തെ നിലവാരത്തിൽ, ഞാനത് പറഞ്ഞു പോവുക, ഇനി ദിവസം വിസ്തരിച്ച് പറയാം. ഇന്നത്തെ നിലവാരത്തിൽ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ ഇന്നത്തെ റേഷ്യോയിൽ നമ്മളുടെ ആളുകളുടെ എണ്ണം നിലനിർത്തണമെങ്കിൽ ഒരു കുടുംബത്തിൽ 2.6 കുഞ്ഞുങ്ങൾ വേണം. 2.6 അഥവാ 2.6 2.5 കുഞ്ഞുങ്ങൾ പറ്റത്തില്ല. മിനിമം 3 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ റേഷ്യോ, പോപ്പുലേഷൻ ഗ്രോത്തിൽ ഇന്നത്തെ റേഷ്യോയിൽ 2%ഓ 3% ഇന്ത്യയിലും കേരളത്തിൽ 10, 17, 18% നിലനിർത്തുവാൻ കഴിയണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. ഞാൻ കുറ്റം പറയല്ല. നിങ്ങൾ മുസ്ലിം സമൂഹത്തെ നോക്ക്, അവര് 30-ന് മേളിൽ പോയി. ഇപ്പൊ 2020 സെൻസസിന്റെ സമയമായി. ഭയത്തോടെ കാണണം. സ്തോത്രം. ലെബാനോനെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ വായിച്ചില്ലേ? ടർക്കിയെ കുറിച്ച് പഠിക്കണം. ക്രിസ്തീയ രാഷ്ട്രമായിരുന്നു. 500 വർഷം കൊണ്ട് ടർക്കിയെ മുഴുവൻ അവർ കൈക്കലാക്കി. 1453 തുർക്കിയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഞാൻ ചരിത്ര വിദ്യാർത്ഥിയാ, എന്റെ PGക്കൊക്കെ. അതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല, ഞാൻ പോയാൽ സമയം പോകും. ഞാൻ പറഞ്ഞത് സാരം, നമ്മൾ ഇത്ര ഒരു വാദ്യം ഞാൻ പറയട്ടെ, കുറഞ്ഞ പക്ഷം 3 കുഞ്ഞുങ്ങൾ. എന്നെ കേൾക്കുന്ന സകല കേൾവിക്കാരോടും, പ്രായമായ ഒരു കാര്യം വിട്ടേക്കൂ. ഇന്നത്തെ യങ് ജനറേഷനോട് ഞാൻ പല സഭകളിൽ പ്രസംഗിച്ചു. ഇന്നത്തെ യങ് ജനറേഷനോട്, നിങ്ങൾ മലബാറിലേക്ക് പോകൂ, ആളുകൾ കുറഞ്ഞു പോവുക. കത്തോലിക് സഭയിൽ ആളുകൾ കുറയുക. നിങ്ങൾ ദയവായി നമ്മുടെ സഭകളിൽ പ്രസംഗിക്കണം. എങ്ങനെ വളർത്തും? പണ്ട് കാലത്ത് എന്റെ അപ്പന് 7 പിള്ളേരുണ്ടായിരുന്നു. മനോഹര വളർത്തി, 7 പേര് 7 രാജ്യങ്ങൾ പിടിച്ചടക്കി.
നമ്മളൊന്നും ക്ഷീണിച്ചു പോകത്തില്ല. ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? നമ്മുടെ മനുഷ്യ ബുദ്ധിയിലെ സാമ്പത്തിക ശേഷിയിലാണോ? ദരിദ്രനാരായണന്മാർ ജീവിച്ചവരുടെ മക്കളൊക്കെ ഇന്ന് രാജ്യങ്ങൾ കീഴടക്കി. ദൈവമാ മക്കളെ പുലർത്താൻ, ഭൂമി നിറഞ്ഞു വാഴാൻ ദൈവം പറഞ്ഞ മക്കളെ തരുന്ന ദൈവമാ. അതുകൊണ്ട് ചുമ്മാതെ 10-20 എണ്ണം വേണമെന്നല്ല പറഞ്ഞ സാരം. സ്തോത്രം. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന മിഷനാകണമെന്നല്ല. അങ്ങനെ ചില മതക്കാർക്ക് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിഷനാ. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വന്നു കയറിയോട് പറഞ്ഞു പോവുക. ഞാൻ ഒരു വാണിംഗ് തരിക. മിനിമം ഇന്നത്തെ യങ് ജനറേഷൻ കല്യാണം കഴിക്കാനുള്ള ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും എന്നെ കേൾക്കുന്നെങ്കിൽ മിനിമം യു മസ്റ്റ് ഹാവ് 3 children. എനിക്ക് 2 ഉള്ളൂ. എന്റെ ഭാര്യയോട് ഞാൻ വഴക്കുണ്ടാക്കി. പക്ഷെ എന്ത് ചെയ്യാൻ നോക്കും? പക്ഷെ ഇന്ന് ഞാൻ പറയാം, ഇന്നിനിപ്പോ ഒന്ന് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. സിസ്റ്റം എല്ലാം പോയി. ദയവ് ചെയ്ത് ഇതിനെ നിങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കണം. നോക്കണമേ, ഈ ഷെപ്പേഴ്സ് അവരെങ്ങനെ വന്നു? അപ്പൊ ഈ കണ്ണ്, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു. കാലൊടിഞ്ഞതിനെയും കണ്ണൊടിഞ്ഞതിനെയും കണ്ണു പൊട്ടിയതിനെയും ഒക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോ അവസാനം സംഘത്തിരി സംഘം കൂടി തീരുമാനിച്ചു ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവരുന്നതെല്ലാം ഇപ്പോഴാണ് അതാ പറഞ്ഞാൽ വന്ന കയറി. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ബൈബിളെ പിള്ളേരില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരുത്തൻ തീരാരോഗ്യമാണെങ്കിൽ തല കവിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിനെ സൗഖ്യമാക്കിയവരെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നേക്കാം. എന്റെ വീട്ടിൽ നിന്ന് എന്നെ സൂചനയിലേക്ക് എന്റെ അമ്മ നിന്നെ ഒരു PhD കാരനെ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യുന്ന ഞാനാ. എന്നെ സൂചനയിൽ കൊടുത്തു. സ്തോത്രം. എന്റെ സഹോദരങ്ങളൊക്കെ സൂചനയിൽ ചെയ്യുന്നുണ്ട്. മസ്കറ്റിലുണ്ടായിരുന്ന തമ്പിച്ചാൻ ഇവർ പാസ്റ്ററാണ്. മിസ്ത്രീ തമ്പിച്ചാൻ ഒരു മോനേ ഉള്ളൂ, ഒറ്റ മകൻ പ്രകാശ് മാത്യൂസ്. മസ്കറ്റ് സഭയിൽ വന്നിട്ടുണ്ട്. വിനോബർ ഓർക്കുന്നുണ്ടാവും. ഇന്നവൻ അമേരിക്ക ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. ഇന്ന് വൈകിട്ട് ഞാൻ മുമ്പുണ്ടായിരുന്ന മീറ്റിംഗിൽ അവനുണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് ഏറ്റവും ഈ ഷിബു തോമസ് 2 പിള്ളേരെ മിഷണറിമാരായിട്ട് 2 പെൺപിള്ളേരാണുള്ളത്. മസ്കറ്റിലുണ്ടായിരുന്നു. വിനോബറിന് അറിയാം. എന്നിട്ട് അന്ന് അവർ ഹൂസ്റ്റലാണ്. സ്തോത്രം. 2 പെൺകുഞ്ഞുങ്ങളാ ഉള്ളത്. 2 സൂചനയിലേക്ക് നിന്നു. 2 പേരും ഇന്ന് മിഷൻ ട്രിപ്പിന് പോയിട്ട് വന്നിരിക്കും. ഒരാൾ ഇന്ന് ഈജിപ്തിലാണ്. ഞാൻ പേടിച്ചിരിക്കുക. സ്തോത്രം, സ്തോത്രം. എന്താ പറഞ്ഞത്? നമ്മുടെ മിഷണറീസിൽ എവിടെ പോയി? ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഷെപ്പേഴ്സ് അങ്ങനെ കണ്ണിമേനൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോ കണ്ണുപൊട്ടിയതിനെയും കാലൊടിഞ്ഞതിനെയും മുറിവേറ്റിനെയൊക്കെ കർത്താവിന് യാഗം കേക്ക് കൊണ്ടുവന്നപ്പോ സംഘം തീരുമാനിച്ചു ഇത് പാടില്ല. സമയം തീരാൻ പോന്നു. ക്ഷമിക്കണം, എങ്ങും എത്തിയില്ല ഞാൻ. സംഘം തീരുമാനിച്ചു ഇത് പാടില്ല, ഇത് പറ്റില്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചു സംഘത്തിരി സംഘത്തിന്റെ കെയർ ഓഫിൽ, ഞാൻ ഈ പറയുന്ന കാര്യം വളരെ കീനായി ശ്രദ്ധിക്കണം. സംഘത്തിരി സംഘത്തിന്റെ കെയർ ഓഫിൽ ഒരു ഗോഡ് ഫാം ആരംഭിക്കാൻ, ഒരു ഗോഡ് ഫാം. അങ്ങനെ അവർ നോക്കി. ഗോഡ് ഫാം ആരംഭിക്കാൻ പറ്റിയ സ്ഥലം ബെത്ലഹേമാണ്. അവിടുത്തെ ഒരു പിൽമേടുണ്ട്. അങ്ങനെ അവിടെ ഒരു ഗോഡ് ഫാം ആരംഭിച്ചു. ഈ ഗോഡ് ഫാം ആരംഭിച്ചിട്ട് ആ ഗോഡ് ഫാമിന്റെ ചുമതലയ്ക്ക് ആരെ ഏൽപ്പിച്ചു? ഇടയന്മാരെ ഏൽപ്പിച്ചു. അപ്പൊ ഇടയന്മാരുടെ ജോലി ഈ ആടിനെ തിരിക, അതിനെ പരിപാലിക്കുക. എന്നിട്ട് ഒരാട് പ്രസവിക്കുമ്പോ, ശ്രദ്ധിക്കണം, ഇതാണ് ദൂത്. ഒരാട് പ്രസവിക്കുമ്പോ ഇടയന്മാർ ചെന്ന് നോക്കും ഇത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന്. ആൺകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പാലുകൂടി മാറിയാൽ അതിനെ പ്രത്യേക ഒരു ക്യാബിനിലേക്ക് മാറ്റും. അതിന് ഊനം ഉണ്ടോ എന്ന് നോക്കും. അതിന് കണ്ണിയമ്മ കാലു പ്രസവത്തിങ്കൽ ജനനത്തിങ്കൽ ഊനം ഉണ്ടോ എന്ന് നോക്കി. ഊനം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ആട്ടിൻകുട്ടി എങ്ങോട്ട് മാറ്റും? അതിനെ പ്രത്യേക ഒരു കമ്പാർട്ട്മെന്റ് മാറ്റി അതിന് തീറ്റയും കൊടുത്ത് അതിനെ പോറ്റി അതിനെ വളർത്തി എന്നിട്ട് യെരൂശലേം ദേവാലയത്തിൽ യാഗത്തിന് കൊണ്ടുവരും. അങ്ങനെ സംഘത്തിരി സംഘത്തിന്റെ ചുമതലയിൽ യെരൂശലേമിൽ ബിസിനസ് തുടങ്ങിയപ്പോ ദൈവാലയത്തിന്റെ ജാതികളുടെ പ്രകാരം കൈക്കലാക്കിയിട്ട് അവിടെ വെച്ച് കച്ചവടം നടത്തി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആലയത്തിൽ വരുന്നവർക്ക് അവിടുന്ന് മൃഗത്തെ കൊണ്ടുവരാൻ പറ്റാത്തതിന് അവർ കാശും കൊണ്ടുവരും. ഇവിടെ വന്ന് മണി എക്സ്ചേഞ്ച് നടത്തുമ്പോൾ ആ എക്സ്ചേഞ്ചിന്റെ കമ്മീഷൻ പിടിക്കും, അത് കൂടുതൽ പിടിക്കും. എന്നിട്ട് അതാ നാണയങ്ങൾ തൂക്കിക്കളയുന്നവരെ മറിച്ചു കളഞ്ഞ തമ്പുരാൻ. എന്നിട്ട് ഈ ആടിനെ സാധാരണയിൽ ഇരട്ടി വിലക്ക് വിൽക്കും. അപ്പൊ ഇവർക്കൊരു ബിസിനസ്സായി. സംഘത്തിരി സംഘത്തിന്റെ ചുമതലത്തിൽ ആലയത്തിൽ ബിസിനസ്സായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹ. ഇപ്പൊ മനസ്സിലായ കോണ്ടാക്ട്. അങ്ങനെ ഈ ഗോഡ് ഫാമിൽ വളർത്തുന്ന ആടുകളെ ഇവിടെ വിൽപ്പന കൊണ്ടുവരും. സ്തോത്രം. അങ്ങനെ ബിസിനസ് നടത്തുക. ഞാൻ തിരിച്ചു വരട്ടെ. പ്രൈസ് ഗാഡ്. സ്തോത്രം. അപ്പൊ ഈ ഇടയന്മാരുടെ ജോലിയാണ് ഈ ആടിനെ ശുശ്രൂഷിക്കുക. അപ്പൊ അങ്ങനെ കാത്തുകെട്ടിക്കിടക്കുന്ന ഈ ഇടയന്മാർ, ബത്ലഹേമിലെ ഇടയന്മാർ ഒത്തിരിയുണ്ട്. ഇടയന്മാരുടെ കൂട്ടവും ഗോഡ് ഫാമുകളും ഒത്തിരിയുണ്ട്. അവിടെ പുൽമേടുകളുള്ള സ്ഥലമാ. പക്ഷെ ദൂതൻ വന്ന് ദൂത് പറഞ്ഞത് ആരോടാന്നറിയാമോ? ഈ ആട്ടിടയന്മാരോട്. സംഘത്തിരി സംഘം നേരിട്ട് നടത്തുന്ന ഗോഡ് ഫാമിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആട്ടിടയന്മാർ. അവർക്ക് ജോലിയുണ്ട്. ഒരാട് പ്രസവിക്കുമ്പോ പോയി നോക്കണം
ആ ആട്ടിൻകുട്ടി ആണാണെങ്കിൽ അത് ആണാണെങ്കിൽ അതിന് ഊനമുണ്ടോ ഇല്ലയോ എന്ന്, ഊനമില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ട ജോലി അവർക്കാണ്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ദൈവ കുഞ്ഞാട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിക്കപ്പെടുവാനായി ജനിച്ച ഊനമില്ലാത്ത ദൈവ കുഞ്ഞാട് ഭൂമിയിലേക്ക് ജനിച്ചപ്പോ ദൂതൻ വന്ന് ഇടയന്മാരോട് പറഞ്ഞു, ഹേ, ജനിക്കുന്ന ആട്ടിൻ കുഞ്ഞുങ്ങൾ ആണാട്ടിൻ കുട്ടികളാണെങ്കിൽ ഊനമില്ലെന്ന് ഉറപ്പുവരുത്തി അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ജോലി നിങ്ങൾക്കല്ലേ. കമോൺ, ദൈവ കുഞ്ഞാടായ ആണാട്ടിൻകുട്ടി ജനിച്ചു, പോയി നോക്ക്, ഊനമില്ലെന്ന് ഉറപ്പുവരുത്ത്, അൺബ്ലെമിഷ്ഡ്. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലെ, കണ്ടില്ലേ എഴുത്തുകാരൻ പറയുന്നത്, അവർക്ക് അടയാളമോ പിറന്നു വീണ കുഞ്ഞിനെ ശീല ചുറ്റി കിടത്തേക്കുന്നു, തുണി ഉടിപ്പിച്ച് കിടത്തേക്കുന്നു. എനിക്ക് ആ വാക്കൊക്കെ വിസ്തരിക്കാൻ ഒത്തിരി പറയണം, എനിക്ക് മനസ്സിലാകാത്തൊരു മർമ്മം അത്. ഓ ജീസസ്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ ആ ഭാഗം ഇടുക. അതാണ് കെ വി സമൻ സാർ പാടിയത്. സീതരവതിയേ സിയോൻ മണവാളനെ, സീതരവതിയേ സിയോൻ മണവാളനെ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കിറ്റുശീലയിൽ കിടന്ന യേശുദേവൻ, ഓ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാക്കിയിടപ്പു കണ്ടു ഞാൻ നാമിക്കുന്നേ, സീതരവതിയേ സിയോൻ മണവാളനെ. ആട്ടിടയെ നമസ്കരിച്ചു, കെ വി സൈമൺ സാർ നമസ്കരിച്ചു. ഈ കിറ്റുശീലയിൽ കിടക്കുന്ന ഈ ദൈവ കുഞ്ഞാടിനെ നമസ്കരിച്ച് ദൂതൻ പറഞ്ഞ ദൂത് ക്രിയാത്മകമായി ഏറ്റെടുത്ത് അന്ന് രാത്രിയിൽ യേശു കുഞ്ഞിനെ കാണാൻ പോയത് കൊണ്ട് വേദപുസ്തകത്തിൽ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ അതിന്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ 12 വാക്യങ്ങളിൽ തങ്കലിപികളിൽ ആട്ടിടയന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരോഹിതന്റെ പേരില്ല, പട്ടക്കാരുടെ പേരില്ല, സംഘത്രി സംഘത്തിന്റെ പേരില്ല. ആട്ടിനെ തീറ്റി നടന്ന ഒരു കൂട്ടം ആട്ടിടയന്മാർ. ഇന്ന് രാത്രി ഞാൻ അവരെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, why? Because they responded to the first gospel ever preached by an angel from heavens. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ മക്കളെ, നിങ്ങൾ എത്ര പേർ ഈ സുവിശേഷത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കും? എന്റെ സമയം അവസാനിച്ചു. ഇനി ഞാൻ ഫർദർ മുന്നോട്ട് പോയാൽ 1 മണിക്കൂറെങ്കിലും എടുക്കും. സൈമൺ യേശുക്രിസ്തുവിന്റെ ജന്മത്തോട്, യേശുവിനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോ ക്രിയാത്മകമായി പ്രതികരിച്ചു. ഹന്ന യേശുവിനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോ ക്രിയാത്മകമായി പ്രതികരിച്ചു. യേശുവിന്റെ ജനനം നക്ഷത്രത്തിന്റെ പിറവിയിലൂടെ അറിഞ്ഞ വൈസ്മൻ, അത് വിശദീകരിക്കാൻ എനിക്ക് 1/2 മണിക്കൂർ വേണം. അതിന് ഒത്തിരി കഥയുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഒരു അവസരം ഈ ഭാഗം ബാക്കി ശുശ്രൂഷിക്കാം. സ്തോത്രം. വൈസ്മന്റെ ചരിത്രം പലരും പറയാത്ത ഇത്തിരി ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവസരം പോലെ പറയാം. അതിലൊരു വൈസ്മൻ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അയാൾ ഇന്ത്യക്കാരനായിരുന്നു. പ്രൊഫസർ അപ്പസ്വാമി എഴുതിയ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞത്, അയാൾ യേശുവിന്റെ ജനനം കണ്ടിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്നു. വീണ്ടും അയാൾ പാലസ്തീനിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. അയാൾ പാലസ്തീനിലേക്ക് മടങ്ങിച്ചെന്ന് അയാൾ യേശുവിന്റെ ഗ്രൂപ്പിൽ കൂടിയില്ല. സ്തോത്രം, സ്തോത്രം. അയാൾ എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം. അയാളുടേതായ രീതിയിൽ മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 49-ാം വാക്യത്തിൽ യേശുവിനെ അയാൾ ജനിച്ചപ്പോ കണ്ട വിശ്വാമിത്രൻ എന്ന് പറഞ്ഞ ആ ഇന്ത്യക്കാരനായ ആള്, ആ മർക്കോസ് 9:49 പറയുന്ന, കഥാവെ ഒരുത്തൻ നിന്നെ പ്രസംഗിക്കുന്ന ഞങ്ങൾ കേട്ട് ഞങ്ങളുടെ കൂടെ കൂടാഞ്ഞാൽ ഞങ്ങൾ അവനെ നിഷേധിച്ചു എന്ന് പറയുമ്പോൾ യേശു പറയുന്നത്, എനിക്ക് പ്രതികൂലമല്ലാത്തവൻ എനിക്ക് അനുകൂലമല്ലോ എന്ന് പറയുന്നത് ഈ വിശ്വാമിത്രനെ കുറിച്ചാണെന്ന് പ്രൊഫസർ അപ്പസ്വാമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം അയാൾ അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശുവിന്റെ മരണ പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഇന്ത്യയിൽ അയാൾ ഭയങ്കര സുവിശേഷ പ്രവർത്തനം നടത്തി. ഇവിടുത്തെ അന്നത്തെ ബ്രാഹ്മണിക് റിലിജ്യൻ അയാളെ തല്ലി ഓടിച്ചു. അങ്ങനെ കുറെ ക്രിസ്ത്യാനികൾ അവരെല്ലാം തല്ലി ഓടിച്ചു. അവർ ഹിമാലയ സാനിക്കളിലേക്ക് ഓടിപ്പോയി. സ്തോത്രം. അവസാനം ഹിമാലയ സാനിക്കളിൽ അവർ താപസന്മാരായി. ഒരു വലിയ പറ്റം ക്രിസ്ത്യാനികൾ ഹിമാലയ സാനിക്കളിൽ താപസന്മാരായിട്ട് പോയി. 1910 മുതലുള്ള കാലയളവിൽ സാധു സുന്ദർ സിംഗ്
ഹിമാലയ സാനുക്കളിലേക്ക് യാത്ര നടത്തിയപ്പോൾ അങ്ങനെ വിശ്വാമിത്രന്റെ പിന്മുറക്കാരായി ഹിമാലയ സാനുക്കളിൽ തപസ്സിരിക്കുന്ന ക്രിസ്ത്യൻ താപസന്മാരെ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് തകരാതിരിക്കുന്നത് ഈ വർഗീയ കോമരങ്ങൾ ഇത്രയും കൊടികുത്തി വാഴുന്ന മണ്ഡലത്തിൽ ഇന്നും ഇന്ത്യ മഹാരാജ്യം പിടിച്ചു നിൽക്കുകയും സുവിശേഷ സത്യങ്ങൾ വിളിച്ചു പറയാൻ നമുക്കിപ്പോഴും അവസരമുള്ളതിന്റെ പ്രധാന കാരണം എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയല്ല. ഇന്നും ഒരു പറ്റം താപസന്മാർ ഹിമാലയ സാനുക്കളിൽ ക്രിസ്തീയ താപസന്മാർ തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനത്തിനായി, ഇന്ത്യയുടെ വിടുതലിനായി. അവർ നൂറ്റാണ്ടുകൾ ജീവിക്കും. കാരണം രോഗാണുക്കളില്ല, തണുപ്പ് രാജ്യമാണ്. ഇന്ന് ട്രാൻസ് സൈബീരിയയിലൊക്കെ 150 വയസ്സ് 160 വയസ്സുള്ളവരുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഹിമാലയ സാനുക്കൾ ജീവിക്കണം. ഫ്രൂട്ട്സ് ആണ് അവർ കഴിക്കുന്നത്. സ്വാമി ഈ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്. ഞാൻ വാക്കിൽ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തോട് കർത്താവേ, ആട്ടിടയന്മാരെ പോലെ കേട്ട ദൂതിനോട് ക്രിയാത്മക പ്രതികരിച്ചു. പുസ്തകത്തിൽ കയറിപ്പറ്റിയതുപോലെ ഇന്ന് രാത്രി കേട്ട വചനത്തോട് ഞാൻ ക്രിയാത്മകമായി പ്രതികരിക്കും. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. Let this Christmas season be a season when I do personally receive Jesus in my life so that I be experiencing Christmas. യേശുവരുവന്റെ ഉള്ളിൽ ജനിച്ചാൽ അറിയണം, ഡിസംബർ 25 മാത്രമല്ല ക്രിസ്തുമസ്. That he will be celebrating Christmas right through the year. ഇന്ന് രാത്രിയിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചുവെങ്കിൽ വർഷം മുഴുവൻ, let it be the season of COVID, let it be the season of any pandemic, let it be a season of struggle, let it be a season of problems, but even when the problems are mounted over against your life, still you can experience the true Christmas because Christ has taken birth in your hearts. നമുക്കൊന്നിച്ച് പാടാൻ പറ്റുമോ? യേശുവേ വന്നു വാഴണമേ. വിനയ് ബ്രദർ പാടാമെങ്കിൽ പാടിക്കോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചു പാടൂ. ഇനി നീയല്ലോ എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. അൺമ്യൂട്ട് ചെയ്താട്ടെ വിനോയ് ബ്രദർ. യേശുവേ വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ, പാടിയോ? വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ. ഹല്ലേലൂയ. ശക്തിയെ തകർത്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ, യേശു വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, രാജാവേ വന്നു വാഴണമേ, ഞാനല്ല എന്നിൽ നീയല്ലോ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മിൽ വന്ന് വാഴുവാൻ തക്കവണ്ണം ദൈവവചനത്തോട്, ക്രിസ്തുവിൻ്റെ ജനനത്തോട് പോസിറ്റീവായിട്ട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമ്മിൽ ഇടയാകുമാറാകട്ടെ. കർത്താവിൻ്റെ ജനനത്തോട് നിഷേധാത്മകമായി ഋണാത്മകമായി പ്രതികരിച്ചവരുണ്ട്. അവരെപ്പോലെ ആകാതെ, നിത്യ നരകത്തിലേക്ക് വീഴാതെ,
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കളെ, ക്രിസ്മസ് എന്നാണെന്നുള്ളതിൽ തർക്കവിഷയമുണ്ടാകാം. പക്ഷെ ക്രിസ്തു ജനിച്ചു എന്നുള്ളതിന് ഒരു തർക്കവും ചരിത്രത്തിൽ പോലുമില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് ജനിച്ചത് ഏത് ദിവസമാകട്ടെ, ദൈവദാസൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത മറ്റുള്ളവരോട് പറയുവാൻ ബാധ്യസ്ഥരാണ് നാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ ഇടയന്മാർ കർത്താവിൻ്റെ സന്തോഷ വാർത്ത കേട്ട് ചെന്ന് കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ ജനനത്തോട് പോസിറ്റീവായി പ്രതികരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ശിമ്യോനെ പോലെ, ഹന്നായെ പോലെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ തക്കണം. യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി, ഹല്ലേലൂയ, എൻ്റെ പാപങ്ങൾക്കായി, നമ്മുടെ പാപങ്ങൾക്കായി ലോകത്തിൽ പിറവിയെടുത്ത കുഞ്ഞാടാണെന്നുള്ള തിരിച്ചറിവോടെ നമ്മുടെ ജീവിതം നിത്യതയ്ക്കായി ഒരുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്തൃദാസൻ പാടിയതുപോലെ ഇങ്ങനെയാണ്: പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു, കീറ്റുശീലയിൽ കിടന്ന് ആ യേശുദേവൻ എനിക്കായി ജനിച്ചു, എനിക്കായി മരിച്ചു, എനിക്കായി ഉയർത്തെഴുന്നേറ്റു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, ആ ക്രിസ്തുവാണ് എൻ്റെ സദ്വർത്തമാനമെന്ന് നമുക്കും പറയുവാൻ ദൈവം സഹായിക്കട്ടെ. വളരെ തിരക്കിട്ട ഷെഡ്യൂളിലും ഒരു അധ്യാപകന് ഇത്രയും സമയം പോരാ എന്ന് എനിക്കറിയാം. ചുരുക്കം വാക്കുകൾ കൂടി വളരെ ശക്തിയോടെ ഈ സന്ദേശം കൈമാറിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജു തോമസിനോടുള്ള ഹൃദ്യമായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഒരു ഭാഗം തന്നെയാണ് പ്രിയ രാജാൻ. ഒരിക്കലും താൻ ഏത് സമയത്ത് പറഞ്ഞാലും മടി കൂടാതെ കടന്നു വരുന്ന ഒരു ദൈവദാസനാണ്. തുടർന്നു നമ്മോടൊപ്പം ദൈവദാസൻ കാണുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കുമാറാകട്ടെ. വിശേഷാൽ സാധു സുന്ദർ സിംഗ് എഴുതിയ ആ ഭാഗങ്ങൾ വായിച്ചത് ഒന്നുകൂടെ ഒന്ന് ഓർക്കുവാൻ ദൈവദാസൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ചരിത്രത്തിൻ്റെ ഏടുകളിൽ പലപ്പോഴും പലയിടങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുപോയ മഹത് വ്യക്തിത്വങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മുന്നേറുവാൻ നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്തദാസൻ പാസ്റ്റർ രഞ്ജു മാത്യു പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, അനുഗ്രഹിതമേറിയ ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്തൃസഭയിൽ കൂടി വരുവാൻ, ആത്മാവിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച ദൈവസ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായി ഞങ്ങൾ ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിന്റെ ജനനത്തോട് ക്രിയാത്മകമായി പ്രതികരിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നല്ല വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ ഉയരത്തിലെ ശക്തിയും ഉയരത്തിലെ കൃപയും അങ്ങ് ഞങ്ങളുടെ മേൽ പകരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പ്രഘോഷിച്ച അങ്ങയുടെ ദാസനെ കുടുംബമായി ദൈവം സഹായിക്കുമാറാകണമേ. ശുശ്രൂഷയുടെ മുഖത്ത് ദൈവം ആദരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഏവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. ഗാനങ്ങൾ ആലപിപ്പാൻ അങ്ങയുടെ ദാസനെ ദൈവം ശക്തിയോടെ ഉപയോഗിച്ച ദൈവസ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത സകല പ്രിയപ്പെട്ടവരുടെ മേലും, തിരുവചനം പ്രഘോഷിച്ച കർത്തൃദാസന്റെ മേലും, ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോൾ മുതൽ കർത്താവിന്റെ വരവോളം വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയം തന്ന സർവശക്തനായ ദൈവത്തിന് നമ്മുടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നാളെ ശനിയാഴ്ച 3 മീറ്റിംഗ് WPC ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രത്യേക പ്രാർത്ഥനാ മീറ്റിംഗ്, വൈകിട്ട് 8 മണിക്ക് മലയാളം മീറ്റിംഗ്, രാത്രി 10 മണിക്ക് ഇംഗ്ലീഷ് മീറ്റിംഗ്. എല്ലാ മീറ്റിങ്ങുകളിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.